ടോമി വിർക്കോല സംവിധാനം ചെയ്ത് 2013 ഇറങ്ങിയ ഒരു അമേരിക്കൻ ഫാന്റസി കലർന്ന ഹൊറർ ത്രില്ലർ ചിത്രമാണ് ഹൻസൽ ആൻഡ് ഗ്രീറ്റൽ വിച്ച് ഹണ്ടേഴ്സ്. കൊടൂര പ്രേതത്തിൻ്റെ കഥകൾ ഒക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? എന്നാൽ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് പ്രേതത്തെക്കാൾ കൊടൂരമായ പ്രേതത്തെ വരെ മുട്ടുകൊത്തിപ്പിക്കാൻ കഴിവുള്ള കൊടൂര മന്ത്രവാദിനിയുടെ കഥയാണ്. ഫാന്റസി കലർന്ന ഒരു ഹൊറർ ചിത്രം ഹൈ ബഡ്ജറ്റിലാണ് ഒരുക്കിയിരിക്കുന്നത്. VFX ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. കാണാൻ ഒരു രസമുള്ള ചിത്രം. സോ ഇനി നമുക്ക് അതിന് മാത്രം എന്ത് കൊടൂരതയാണ് ഇതിലുള്ളത് എന്ന് തുടക്കം മുതൽ അവസാനം വരെ അതേ സസ്പെൻസോട് കൂടി പാക്കലാമാ. അതിനു മുൻപ് പുതുതായി വന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ആൻഡ് ഓൺ ആൻഡ് ഓൾ നോട്ടിഫിക്കേഷൻ. ഈ ചിത്രം കീറി മുറിച്ചാൽ ചിത്രത്തിൻ്റെ തുടക്കത്തിൽ വിജനമായ കാട്ടിൽ ഒരു വീട് കാണാം. അവിടേക്ക് ഒരുത്തൻ ഓടി വന്ന് അവൻ്റെ ഭാര്യയോട് ഒരു അപകട സൂചന പറയുമ്പോൾ എത്രയും പെട്ടെന്ന് നമ്മുടെ മക്കളെ ഇവിടുന്ന് കൂട്ടിക്കൊണ്ടു പോയിക്കോ എന്ന് ഭാര്യ പറയുകയും ഉടനെ അയാൾ മക്കളെയും കൂട്ടി കാട്ടിലൂടെ പോവുകയാണ്. മകൻ്റെ പേര് ഹൻസൽ, മകളുടെ പേര് ഗ്രീറ്റൽ. അങ്ങനെ നടുകാട്ടിൽ എത്തിയപ്പോൾ മക്കളെ നിങ്ങൾ രണ്ടുപേരും ഇവിടെ തന്നെ നിൽക്ക്, ഞാൻ ഇപ്പോൾ വരാം എന്ന് പറഞ്ഞ് അച്ഛൻ പോവാൻ നോക്കുമ്പോൾ അവർ പേടിച്ച് അച്ഛാ പോവല്ലേ എന്ന് പറഞ്ഞെങ്കിലും മക്കളെ പേടിക്കണ്ട, ഞാൻ ഉറപ്പായും വരും എന്ന് പറഞ്ഞ് അയാൾ പോവുകയാണ്. ആ പോയ അച്ഛൻ കുറേ നേരമായിട്ടും തിരിച്ചു വന്നില്ല. രണ്ടുപേരും ഭയത്തോടെ ആ വിജനമായ ഇരുട്ട് നിറഞ്ഞ കാട്ടിലൂടെ തിരിച്ച് എങ്ങനെയെങ്കിലും വീട്ടിൽ എത്തണം എന്ന് തീരുമാനിച്ച് ഏതൊക്കെയോ വഴിയിലൂടെ പോയിക്കൊണ്ടിരിക്കെ ഒരു സ്ഥലത്ത് ചോക്ലേറ്റ്സ് കൊണ്ട് നിർമ്മിച്ച വീട് കാണുകയാണ്. രണ്ടുപേരും അടുത്തു പോയി ചോക്ലേറ്റ്സ് കഴിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പതിയെ അതിൻ്റെ ഡോർ ഓപ്പൺ ആവുകയാണ്. അകത്ത് ഒരുപാട് ചോക്ലേറ്റ്സ് ഉണ്ടാവും എന്ന് പറഞ്ഞ് രണ്ടുപേരും അകത്തേക്ക് പോയപ്പോൾ അവിടെ ഒരു കൊടൂര മന്ത്രവാദിനെ കാണുകയാണ്. രണ്ടുപേരും പേടിച്ച് പുറത്തേക്ക് പോകാൻ നോക്കുമ്പോൾ ഡോർ ലോക്ക് ആവുകയും ചെയ്തു. പിന്നീട് കാണുന്നത് ഹൻസലിനെ ഒരു ഗുഹയിൽ അടച്ചു വെച്ചതായും ഗ്രീറ്റലിനെ അവിടെ ഒരു ചങ്ങലയിൽ കെട്ടി നിർത്തിയതുമാണ്. മന്ത്രവാദിനി ഹൻസലിൻ്റെ അടുത്ത് പോയി ഒരു ചോക്ലേറ്റ് കൊടുത്ത് കഴിക്കാൻ നിർബന്ധിച്ച് പറയുകയാണ്. എന്നാൽ അവൻ കഴിക്കാതെ നിൽക്കുമ്പോൾ ആ ഒരു ഗ്യാപ്പിൽ ഗ്രീറ്റൽ ആണെങ്കിൽ അവിടെയുള്ള ഒരു കൂർത്ത ആണിയെടുത്ത് പോക്കറ്റിൽ വെക്കുകയാണ്. മന്ത്രവാദിനി ഗ്രീറ്റലിനെ പിടിച്ചിട്ട് എടാ നീ ആ ചോക്ലേറ്റ് കഴിച്ചില്ലെങ്കിൽ ഇവളെ ഞാൻ കൊല്ലും. അത് കേട്ടതും ഹൻസൽ ഭയത്തോടെ ചോക്ലേറ്റ് കഴിക്കുകയാണ്. അതിനുശേഷം അവിടെയുള്ള അടുപ്പിലെ ചൂട് കുറവാണ്, ഇനിയും ചൂട് വേണം എന്ന് പറഞ്ഞ് ഹൻസലിനെ പിടിച്ചോണ്ട് പോയി അതിലിടാനാണോ എന്നറിയില്ല. അങ്ങനെ വലിച്ചോണ്ട് പോകുന്നതിനിടയിൽ ഗ്രീറ്റൽ ആണെങ്കിൽ നേരത്തെ എടുത്ത ആണിക്കൊണ്ട് അവളുടെ ലോക്ക് ഊരി മാറ്റി കത്തിയും പിടിച്ച് മന്ത്രവാദിനെ ഭീഷണിപ്പെടുത്തുകയാണ്. അത് കണ്ട് മന്ത്രവാദിനി മന്ത്രങ്ങൾ ചൊല്ലി ഗ്രീറ്റലിനെ ഇല്ലാതാക്കാൻ നോക്കിയെങ്കിലും ഒരു മന്ത്രവും ഗ്രീറ്റലിന് ഏറ്റില്ല. നേരെ ഓടിപ്പോയി മന്ത്രവാദിനിയുടെ ശരീരത്തിലേക്ക് കുത്തി ആക്രമിച്ച് ഹൻസലിനെ രക്ഷപ്പെടുത്തിക്കൊണ്ടിരിക്കെ പുറകിലൂടെ മന്ത്രവാദി വന്ന് ഗ്രീറ്റലിനെ തീർക്കാൻ നോക്കുമ്പോൾ ഹൻസൽ ഒരു കട്ട എടുത്ത് മന്ത്രവാദിയുടെ തലക്ക് അടിച്ച് അവിടെയുള്ള അടുപ്പിൽ ഇട്ട് അതിൻ്റെ ഡോർ അടച്ചതും മന്ത്രവാദി തീയിൽ കത്താൻ തുടങ്ങി. എന്നിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ ഒരു കാര്യം കൂടി പറയുന്നു, ഞങ്ങൾ ഇവിടെ ചില കാര്യങ്ങൾ പഠിച്ചു. ചോക്ലേറ്റ് വീട്ടിൽ കയറാൻ പാടില്ല, അത് നമ്മളെ മധുരം കാട്ടി പറ്റിക്കുന്നതാണ്. ഇനി രണ്ടാമത്തെ കാര്യം എന്തെന്നാൽ എപ്പോഴെങ്കിലും ഒരു കൊടൂര മന്ത്രവാദിയുടെ മുന്നിൽപ്പെട്ടാൽ അതിനെ മൊത്തമായി അടുപ്പിലിട്ട് കത്തിച്ചു കളയണം, എന്നാൽ മാത്രമേ അതിനെ മൊത്തമായി നശിപ്പിക്കാൻ കഴിയുകയുള്ളൂ. കഥ ഇനിയാണ് ആരംഭിക്കുന്നത്. ഇപ്പോൾ ഹൻസലും ഗ്രീറ്റലും വളർന്ന് വലുതായിരിക്കുകയാണ്. എത്രത്തോളം വളർന്നു എന്ന് വെച്ചാൽ നാട്ടിലുള്ള ചെറിയ കുട്ടികളെ ഒക്കെ പിടിച്ചോണ്ട് പോയി ബലി കൊടുത്ത് കൊല്ലുന്ന അത്തരം മന്ത്രവാദികളെ പിടിച്ച് കൊലപ്പെടുത്തുന്ന റിച്ച് ഹണ്ടേഴ്സ് എന്ന ഒരു പൊസിഷനിലാണ് ഹൻസലും ഗ്രീറ്റലും ഉള്ളത്. രണ്ടുപേരും എങ്ങനെയാണ് ദുഷ്ടമന്ത്രവാദികളെ പിടിക്കുന്നതോ അതേപോലെ അവരെ നശിപ്പിക്കുന്നതോ അതൊക്കെയാണ് ഈ പേപ്പർ കട്ടിങ്സിൽ കാണിച്ചത്. ഇപ്പോൾ ഒരു ഗ്രാമത്തിൽ ഒരു പോലീസുകാരൻ ഒരുത്തിയെ പിടിച്ചോണ്ട് വന്ന് ഇവൾ ആരാണെന്ന് അറിയോ? ഈ നാട്ടിൽ കൂടോത്രം ചെയ്യുന്നവളാണ്. ഇവൾ കാരണം കുറേ പേർക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. ഈ മന്ത്രവാദിനിയെ ഇവിടെ വെച്ച് കത്തിച്ച് കളയണം എന്നൊക്കെ പറയുമ്പോൾ നാട്ടുകാരും അവളെ കൊല്ലാൻ പറയുകയാണ്. പെട്ടെന്ന് പോലീസുകാരൻ്റെ നേർക്ക് തോക്ക് ചൂണ്ടി ഒരുത്തി വരികയാണ്. ഇവൾ മറ്റാരുമല്ല, നമ്മുടെ ഗ്രീറ്റലാണ്. വളർന്ന് വലുതായിട്ടുണ്ട്, മര്യാദയ്ക്ക് അവളെ വിട്ടേക്ക്, ഇല്ലെങ്കിൽ ഞാൻ പൊട്ടിക്കും എന്ന് പറയുമ്പോൾ ഇല്ല, ഇവളെക്കുറിച്ച് നിങ്ങൾക്ക് അറിയില്ല, ഇവൾ ശരിക്കും ഒരു മന്ത്രവാദിനിയാണ് എന്ന് പോലീസുകാരൻ പറയുമ്പോൾ അവൾ ശരിക്കും മന്ത്രവാദി ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ ഒരുത്തൻ വരുന്നു. ഇവനാണ് ഗ്രീറ്റലിൻ്റെ ബ്രദർ ഹൻസൽ. അവൻ അവളുടെ മുഖം പരിശോധിച്ചിട്ട് ഇവൾ മന്ത്രവാദിനിയെ അല്ല എന്ന് പറയുകയാണ്. അതെങ്ങനെ നിനക്ക് മനസ്സിലായി എന്ന് ചോദിക്കുമ്പോൾ ഹൻസൽ ചില പോയിന്റ്സ് പറയാൻ തുടങ്ങി. മന്ത്രവാദിനിയുടെ പല്ല് കേടായിട്ടുണ്ടാവും, എന്നാൽ ഇവളുടെ പല്ല് മുല്ലമൊട്ടു പോലെ സുന്ദരമാണ്. അതേപോലെ മന്ത്രവാദിനി ആണെങ്കിൽ കണ്ണിൽ നോക്കിയാൽ മനസ്സിലാവും ഇവളുടെ കണ്ണ് കോഴിയുടെ കണ്ണു പോലെയാണുള്ളത്. സുന്ദരിയായ ഇവൾ മന്ത്രവാദിനിയല്ല എന്നൊക്കെ പറയുകയാണ്. അന്നേരം ഗ്രീറ്റൽ ആണെങ്കിൽ ഇങ്ങനെ ഒരു മണ്ടനായ പോലീസുകാരൻ ഇവിടെ ഉള്ളത് കൊണ്ടാണ് വിച്ച് ഹണ്ടേഴ്സ് ആയ ഞങ്ങളെ ഇവിടേക്ക് തലവൻ അപ്പോയിന്റ് ചെയ്തത്
ഈ നാട്ടിൽ ഒരുപാട് കുട്ടികളെ കാണാതായിട്ടുണ്ടെന്ന് അറിയാം. അതിന് കാരണക്കാരായ ആളെ കണ്ടുപിടിക്കാതെ ഒരു തെറ്റും ചെയ്യാത്തവരെ സംശയിച്ച് ശിക്ഷിച്ചിട്ട് എന്ത് കാര്യം? ഇവളെ എല്ലാവരും വെറുതെ വിട്ടേക്ക്, നിങ്ങൾ ആരും പേടിക്കേണ്ട, ഞങ്ങൾ എല്ലാ പ്രശ്നവും പരിഹരിച്ചിട്ട് ഇവിടുന്ന് പോവുകയുള്ളൂ എന്ന് പറഞ്ഞ് ഈ നാട്ടിലെ ജനങ്ങൾക്ക് വാക്ക് കൊടുക്കുകയും അങ്ങനെ എല്ലാവരും അവിടുന്ന് പിരിഞ്ഞു പോവുകയാണ്. ഇവളുടെ പേര് മീന. തന്നെ രക്ഷിച്ചതിൽ നന്ദി പറഞ്ഞിട്ട് അവൾ പോവുകയാണ്. എന്നാൽ പോലീസുകാരന് ദേഷ്യം അടക്കാൻ കഴിഞ്ഞില്ല. ഞാൻ എങ്ങനെയെങ്കിലും ഈ കേസ് അവളുടെ തലയിലിട്ട് തീർക്കാൻ നോക്കിയതാ, അതിനിടയിൽ നിങ്ങൾ എവിടുന്നാ വലിഞ്ഞു കയറി വന്നത്? അത് കേട്ടതും ഗ്രീറ്റൽ ഓൻ്റെ മോന്തക്കൊരൊറ്റ അടി. അത് കണ്ട് പോലീസിന്റെ ആൾക്കാർ അടിക്കാൻ വരുമ്പോൾ ഹൻസൽ തോക്കെടുത്ത് അനങ്ങിയാൽ എല്ലാവരെയും കൊന്ന് കാലാപുരിക്ക് അയക്കും എന്ന് പറയുകയും എല്ലാവരും അടങ്ങി നിൽക്കുകയാണ്. അതിനുശേഷം ഗ്രാമത്തലവൻ ഹൻസലിനെയും ഗ്രീറ്റലിനെയും കൂട്ടിക്കൊണ്ടു പോവുകയാണ്. തലവനാണ് രണ്ടുപേരെയും ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്. അങ്ങനെ ഇപ്പോൾ തലവൻ പറയുന്നു, കാടിനും നടുവിൽ ഒരു ചെറിയ കൂടാരമുണ്ട്. ഈ നാട്ടിൽ നിന്നും കാണാതായ കുട്ടികളൊക്കെ അവിടെ ഉണ്ടാവാൻ സാധ്യത ഉണ്ട്. നിങ്ങളുടെ അന്വേഷണം അവിടെ നിന്ന് തുടങ്ങിക്കോ എന്ന് പറഞ്ഞു കൊടുക്കുകയും അങ്ങനെ രണ്ടുപേരും കാട്ടിലുള്ള ആ ഒരു രഹസ്യ കൂടാരത്തിലേക്ക് പോയി നോക്കുമ്പോൾ ദേ ഒരു മന്ത്രവാദിനി നിൽക്കുന്നു. അനങ്ങിയാൽ ഈ അമ്പ് തുളച്ചു കയറും എന്ന് പറഞ്ഞ് മുൾമുനയിൽ നിർത്തുമ്പോൾ മന്ത്രവാദിനി ആണെങ്കിൽ പെട്ടെന്ന് അവളെ തള്ളി മാറ്റിയിട്ട് പറന്നു പോവാൻ തുടങ്ങി. എന്നാൽ ഹൻസൽ വെടിവെച്ചതും മന്ത്രവാദിനി നിലത്തേക്ക് ഒരൊറ്റ വീഴ്ച. ഷോൾഡറിന് വെടിയേറ്റെങ്കിലും വീണിടത്തു നിന്നും വീണ്ടും ഓടാൻ തുടങ്ങി. പിടിവിടാതെ പുറകിലൂടെ ഹൻസലും പൊട്ടിച്ചോണ്ട് വരുന്നുണ്ട്. മന്ത്രവാദിനി ആണെങ്കിൽ രക്ഷപ്പെടാൻ തവളച്ചാട്ടം ഒക്കെ ചാടി ചാടി പോകുമ്പോൾ ഹൻസലാണെങ്കിൽ ലോങ് ജമ്പ് ഒക്കെ ചാടി പിന്തുടരുമ്പോൾ അവിടേക്ക് ഗ്രീറ്റൽ കുറുകെ ചാടി മന്ത്രവാദിനെ പിടിച്ചു നിന്നെങ്കിലും മന്ത്രവാദിനി അവളെ കൊങ്ങക്ക് പിടിച്ച് തൂക്കി നിൽക്കെ ഹൻസൽ റോപ്പ് ഗൺ എടുത്ത് പൊട്ടിച്ച് മന്ത്രവാദിനിയുടെ കാലിൽ റോപ്പ് ചുറ്റി മരത്തിൽ തൂക്കി നിർത്തുകയാണ്. എന്നിട്ട് അതിൻ്റെ തലക്ക് ഇടിച്ച് ഇടിച്ച് കൊലപ്പെടുത്തുകയും ചെയ്തു. അങ്ങനെ അതിനുശേഷം കാര്യങ്ങളെല്ലാം തലവനോട് പറഞ്ഞിട്ട് ഗ്രീറ്റൽ ഒരു ഡ്രോയിങ് കാണിച്ചു കൊടുക്കുകയാണ്. ഇതെന്താ സംഭവം എന്ന് ചോദിക്കുമ്പോൾ ഇത് മന്ത്രവാദിനികൾക്ക് കൂടുതൽ ശക്തി കിട്ടുന്ന ബ്ലഡ് മൂണിനെ കുറിച്ചുള്ള കാര്യമാണ്. ബ്ലഡ് മൂൺ അഥവാ രക്തനിലാവ് വരാൻ ഇനി വെറും 3 ദിവസം മാത്രമേ ഉള്ളൂ. അതേപോലെ ഈ നാട്ടിൽ കുട്ടികളെ കാണാതാവുന്നത് പകലാണ്. പൊതുവെ മന്ത്രവാദികൾ പകൽ സമയത്ത് വേട്ടയാടാറില്ല, വീട് വിട്ട് പുറത്തിറങ്ങാറില്ല. എന്നാൽ കഷ്ടപ്പെട്ട് പകൽ സമയത്ത് മന്ത്രവാദികൾ പുറത്തിറങ്ങി കുട്ടികളെ പിടിച്ചോണ്ട് പോകുന്നുണ്ടെങ്കിൽ ബ്ലഡ് മൂണിനും മന്ത്രവാദികൾ വീട് വിട്ട് പുറത്തിറങ്ങുന്നതിനും എന്തോ ഒരു ബന്ധമുണ്ട്, എന്തോ ഒരു വലിയ കാര്യം അവർ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്നൊക്കെ ഗ്രീറ്റൽ പറയുകയാണ്. ഇപ്പോൾ ഹൻസലിന് എന്തായി എന്നറിയില്ല. പെട്ടെന്ന് സമയം നോക്കി ഒരു സൂചിയെടുത്ത് അവൻ്റെ ശരീരത്തിൽ കുത്തിവെക്കുകയാണ്. അന്നേരം തലവൻ ആണെങ്കിൽ ദാ നിങ്ങൾ പ്ലാൻ ചെയ്ത കാര്യങ്ങൾ നടത്താനുള്ള പണം ഇനി എല്ലാം കഴിഞ്ഞാൽ ബാക്കി പൈസ തരാം എന്ന് പറഞ്ഞു കൊടുത്തിട്ട് പോകാൻ നോക്കുമ്പോൾ അവിടേക്ക് ഒരുത്തൻ വരികയും അത് ആരാണെന്ന് ചോദിക്കുമ്പോൾ ഇത് ഒരു ഗൈഡാണ്, ഈ ഗ്രാമത്തെ പറ്റിയും കാടിനെ പറ്റിയും നന്നായി അറിയുന്ന ഒരു ഗൈഡാണ്, ഇവനെ നിങ്ങളുടെ കൂടെ കൂട്ടിക്കോ, നിങ്ങൾക്ക് അത് ഗുണം ചെയ്യും എന്ന് പറയുമ്പോൾ അതിന് രണ്ടുപേരും സമ്മതിക്കുകയാണ്. അന്നേരം ഗൈഡ് പറയുന്നു, എന്നാൽ നമുക്ക് ഇപ്പോൾ തന്നെ കാട്ടിലേക്ക് പോകാം, ഇപ്പോൾ പോയാൽ ഇരുട്ടുന്നതിന് മുൻപേ കാട്ടിലെത്താം. അത് കേട്ട് ഏയ് വേണ്ട, രാത്രിയാണ് മന്ത്രവാദികൾ പുറത്തിറങ്ങുന്നത്, ആ സമയത്ത് പോകുന്നത് ആപത്താണ്, അതിനാൽ നമ്മൾ സമാധാനമായി നാളെ രാവിലെ കാട്ടിലേക്ക് പോകാം എന്ന് പറയുകയാണ്. ഇപ്പോൾ മറ്റൊരു വശത്ത് മോന്ത തകർന്ന പോലീസുകാരനെ കാണാം. അവൻ ഒരു 4 പേരെ വിളിച്ചു വരുത്തി, എല്ലാവരും നല്ലോണം ശ്രദ്ധിക്ക്, മന്ത്രവാദിനി അവസാനമായി ഇവിടുന്ന് ഒരു ചെറിയ പയ്യനെ കടത്തിക്കൊണ്ടു പോയിട്ടുണ്ട്. അതേപോലെ തലൈവൻ മേയർ നിയമിച്ച ആ വിച്ച് ഹണ്ടേഴ്സ് ആ പയ്യനെ കണ്ടുപിടിക്കുന്നതിന് മുൻപേ നമ്മൾ കണ്ടെത്തി തലൈവന്റെ മുമ്പിൽ കഴിവ് തെളിയിക്കണം, എനിക്ക് തല ഉയർത്തി നടക്കണം, സോ ഇന്ന് രാത്രി നിങ്ങൾ കാട്ടിലേക്ക് പോകണം എന്ന് പറയുമ്പോൾ അണികൾ മുഖത്തോട് മുഖം നോക്കി ശേഷം സർ, മന്ത്രവാദികൾ ഉള്ള ആ കാട്ടിലേക്ക് രാത്രി പോകുന്നത് ആപത്താണ്, ഞങ്ങളുടെ ജീവൻ തന്നെ പോകാൻ സാധ്യതയുണ്ട് എന്ന് പറയുകയാണ്. എന്നാൽ പോലീസുകാരൻ ആണെങ്കിൽ ഒരുപാട് പണം കാണിച്ച് നിങ്ങൾക്ക് എത്ര പണം വേണമെങ്കിലും ഞാൻ തരാം, അവർക്ക് മുൻപേ നിങ്ങൾ ആ പയ്യനെ കണ്ടുപിടിച്ച് കൊണ്ടുവന്ന് ഏൽപ്പിക്കണം എന്ന് പറയുകയും പണം കണ്ട് കണ്ണു മഞ്ഞളിച്ച ആ സംഘം കൂടെ വേട്ടപ്പട്ടികളെയും കൂട്ടി കാട്ടിലേക്ക് യാത്ര തിരിക്കുകയാണ്. അങ്ങനെ ഒരിടത്ത് എത്തി തീ കൂട്ടി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൽ ഒരുത്തൻ, എടാ ഇങ്ങനെ കാട്ടിൽ തീയിട്ട് ഇരിക്കുന്നത് ആപത്താണ്, നമുക്ക് ഇത് അണയ്ക്കാം എന്ന് പറയുമ്പോൾ എടാ തീ അണച്ചാൽ നമ്മൾ എങ്ങനെ ഭക്ഷണം കഴിക്കും, വാ പൊത്തി ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞതും ദേ ഒരു ലേഡി നിൽക്കുന്നു. അതും ഇവരുടെ വേട്ടപ്പട്ടികളുടെ അടുത്താണ് നിന്നിട്ടുള്ളത്. ഇതൊക്കെ നിങ്ങളുടെ നായ്ക്കൾ ആണോ, നല്ല ഭംഗിയുണ്ടല്ലോ, പിന്നെ നിങ്ങൾ ഈ രാത്രി ഇവിടെ എന്താ ചെയ്യുന്നത് എന്ന് അവൾ ചോദിക്കുമ്പോൾ അത് പിന്നെ ഗ്രാമത്തിലെ കുട്ടികളെയൊക്കെ ഒരു മന്ത്രവാദി തട്ടിക്കൊണ്ടുപോയി, ആ മന്ത്രവാദിയെ പിടിക്കാനാണ് ഞങ്ങൾ വന്നത് എന്ന് പറഞ്ഞതും ഓഹോ അങ്ങനെയോ
എന്നെയോ എങ്കിൽ എന്നെ പിടിക്ക് എന്ന് പറഞ്ഞ് ആ ലേഡിയുടെ രൂപം മാറി ഒരു കൊടൂര മന്ത്രവാദിനി ആവുകയാണ്. ആ കൊടൂര രൂപം കണ്ട് എല്ലാവരും ഭയന്ന് ഓടിപ്പോകാൻ നോക്കുമ്പോൾ മന്ത്രവാദിനി നായകളെ കൺട്രോൾ ചെയ്ത് മയക്കി അവരെ തന്നെ കടിപ്പിക്കുകയാണ്. ഒരുത്തൻ ആണെങ്കിൽ തോക്കെടുത്ത് വെടിവെക്കാൻ നോക്കിയതും ഓൻ്റെ തലയിൽ കൈയിട്ട് പൊട്ടിച്ച് തലച്ചോറ് മാന്തി പറിച്ചെടുക്കുകയാണ്. വേറെ ഒരുത്തനെ കാറ്റിൽ പറത്തി ഓൻ്റെ കൈ ഒരു ഭാഗത്തേക്കും കാല് മറ്റൊരു ഭാഗത്തേക്കും വലിച്ച് അവനെ കീറി മുറിച്ച് എറിയുകയാണ്. ബാക്കിയുള്ള ഒരുത്തൻ രക്ഷപ്പെട്ട് ഓടിപ്പോകുമ്പോൾ പെട്ടെന്ന് അവൻ്റെ മുന്നിൽ നിൽക്കുകയും എന്നെ ഒന്നും ചെയ്യല്ലേ എന്ന് പറഞ്ഞ് കരഞ്ഞെങ്കിലും എൻ്റെ മുന്നിൽപ്പെട്ട ഒരുത്തനെയും ഞാൻ വെറുതെ വിടില്ല എന്ന് പറഞ്ഞ് മന്ത്രവാദിനി എന്തോ പാറ്റയെ അവൻ്റെ തലയിൽ ഇടുകയാണ്. അന്നേരം അവന് എന്തായി എന്നറിയില്ല. കണ്ണൊക്കെ മാന്തി അവിടെയുള്ള പുഴുക്കളെയും വണ്ടിനെയും ഒക്കെ കറുമുറുന്ന് കടിച്ചു തിന്നുകയാണ്. ഇതേ നേരം ഗ്രാമത്തിൽ ഹൻസൽ ആണെങ്കിൽ ബാറിൽ ഒരു പെണ്ണിനോട് അവനെ തന്നെ സ്വയം പൊക്കി പറഞ്ഞ് പുളകം കൊള്ളുകയാണ്. അതിനുശേഷം തിരിച്ചു പോവുകയും ചെയ്തു. ഇപ്പോൾ ഗൈഡ് ആണെങ്കിൽ മന്ത്രവാദിനി ഗ്രാമത്തിലെ ഏതൊക്കെ സ്ഥലത്തു നിന്നാണ് കുട്ടികളെ കടത്തിക്കൊണ്ടു പോയത് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. അതേപോലെ ഇപ്പോൾ അവസാനം കടത്തിക്കൊണ്ടു പോയത് ഒരു പയ്യനെയാണ്. അവനെ കടത്തിയത് മന്ത്രവാദികളുടെ അടിമയായ ട്രോൾ എന്നൊരുത്തനാണെന്ന് ഒരു സംശയമുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഗ്രീറ്റൽ പറയുന്നു, ഒരു കുടുംബത്തെ മന്ത്രവാദിനി അറ്റാക്ക് ചെയ്തിട്ട് അവിടെയുള്ള 3 കുട്ടികളിൽ നിന്നും ഒരു പയ്യനെ മാത്രമേ കടത്തിക്കൊണ്ടു പോയത്. ഇതിൽ എന്തോ ഒരു മിസ്റ്ററി ഇല്ലേ? മന്ത്രവാദിനി എല്ലാരെയും കടത്തിക്കൊണ്ടു പോകുന്നില്ല, ചിലരെ മാത്രം തിരഞ്ഞെടുക്കുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കെ അവിടേക്ക് ബെൻ എന്നൊരുത്തൻ വരികയാണ്. എന്നിട്ട് 2 പേരെയും നോക്കി, ഏയ് ഞാൻ നിങ്ങളുടെ വലിയ ഒരു ഫാനാണ്, നിങ്ങളെക്കുറിച്ച് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്, എനിക്കൊരു ഓട്ടോഗ്രാഫ് മാത്രം തരുമോ എന്ന് പറഞ്ഞ് ഒരു ബുക്ക് കൊടുക്കുകയാണ്. അതിൽ ഹൻസലും ഗ്രീറ്റലും മന്ത്രവാദികളെ പിടികൂടിയതിൻ്റെ ന്യൂസ് കട്ടിങ്സ് ഒക്കെ ഉണ്ട്. അതിൻ്റെ മേലെ സൈൻ ഇടാൻ പറയുകയാണ്. ഇതൊക്കെ കണ്ട് നീ ഭയങ്കരം തന്നെയാണല്ലോടാ, ഞങ്ങളുടെ ഇത്രയും വലിയ ഫാൻ ആണെന്ന് അറിഞ്ഞതിൽ ഞങ്ങൾക്ക് തന്നെ നിന്നോട് അഭിമാനം തോന്നുന്നു എന്ന് പറയുകയാണ്. അന്നേരം ബെൻ, എനിക്ക് ചില ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്, ചോദിക്കട്ടെ? പിന്നെന്താ, ചോദിക്ക് എന്ന് പറഞ്ഞതും അത് പിന്നെ ഈ മന്ത്രവാദികളെ കൊല്ലാനുള്ള വഴികൾ ഇല്ലേ, അതൊക്കെ എന്താ? അത് കേട്ട് അത് സിമ്പിളല്ലേ, മന്ത്രവാദിനിയുടെ തല വെട്ടണം, ഹൃദയം പറിച്ചെടുക്കണം, തോലൂരി എടുക്കണം, ഇതൊന്നും അല്ലെങ്കിൽ മൊത്തമായി കത്തിച്ച് കളയണം, ഇത് മാത്രമല്ല വേറെ ധാരാളം വഴികൾ ഉണ്ട് എന്നൊക്കെ ഹൻസൽ പറയുകയാണ്. ശരി, വേറെ ഒരു കാര്യം അറിയാനുണ്ട്, മന്ത്രവാദികൾക്ക് നിങ്ങളെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് ഞാൻ കേട്ടു, അതേപോലെ നിങ്ങൾ ചെറുതായിരുന്നപ്പോൾ ഒരു മന്ത്രവാദിനി നിങ്ങളെ കൊല്ലാൻ നോക്കി എന്നും കേട്ടല്ലോ, അതൊക്കെ ശരിയാണോ? അത് കേട്ട് എടാ മതി, അതൊക്കെ എന്തിനാ അറിയുന്നത് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ അവിടേക്ക് കാട്ടിൽ മന്ത്രവാദിയുടെ നിന്ന് രക്ഷപ്പെട്ട ഒരുത്തൻ വരികയാണ്. അവനിപ്പോൾ കടയിൽ വന്നിട്ട് പറയുന്നു, കൊന്നു, ആ മന്ത്രവാദിനി എൻ്റെ കൂടെ ഉണ്ടായിരുന്നവരെ എല്ലാവരെയും കൊന്നുകളഞ്ഞു, നിങ്ങൾക്ക് ഒരു അപകടവും ഏൽപ്പിച്ച എന്നെ വിട്ടത് എന്നൊക്കെ പറയുമ്പോൾ എന്ത് അപകടം എന്ന് ഗ്രീറ്റൽ ചോദിക്കുമ്പോഴും പെട്ടെന്ന് മന്ത്രവാദിനിയുടെ ശാപം ഏറ്റ അവൻ തല പൊട്ടി ചിതറി മരിച്ചു പോവുകയും ചെയ്തു. അതൊക്കെ കണ്ട് ഗ്രീറ്റൽ ഇത് മന്ത്രവാദിനിയുടെ വിശക്കുന്ന ശാപമാണ് എന്ന് പറയുമ്പോൾ അത് കേട്ട ബെന്ന് കൂടുതൽ ഇൻട്രസ്റ്റിങ്ങോടെ ആഹാ ഇത് കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു നിൽക്കുകയാണ്. ഇതേ നേരം കാട്ടിൽ ഒരു മലയോരത്ത് 2 മന്ത്രവാദികൾ അവരുടെ തലൈവിയെ കാണാൻ വരികയാണ്. നേരത്തെ എല്ലാരെയും കൊലപ്പെടുത്തിയ ഇവളാണ് ഇവരുടെ ഒക്കെ മെയിൻ വില്ലത്തി. അവിടെ വന്ന 2 പേർ പറയുന്നു, നമുക്ക് 2 പേർ എതിരാളികളായി വന്നിട്ടുണ്ട്, 2 വിച്ച് ഹണ്ടേഴ്സ്, അവർ നമ്മളെ നോട്ടം ഇട്ടിട്ടുണ്ട്. അത് കേട്ട വില്ലത്തി, അതൊക്കെ അവിടെ ഇരിക്കട്ടെ, നമ്മുടെ തിങ്സ് ഒക്കെ റെഡി ആയിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ റെഡിയാണ്, തവളയെ 4 ദിവസം വെള്ളത്തിലിട്ട് വേവിച്ചു വെച്ചിട്ടുണ്ട്, പുഴുക്കളെ എണ്ണയിലിട്ട് വറുത്തിട്ടുണ്ട്, വണ്ടുകളെ ഒക്കെ പൊരിച്ചു വെച്ചിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുണ്ട്, ഇനി അതൊന്ന് ടെസ്റ്റ് ചെയ്യണം എന്ന് പറയുകയാണ്. എന്തോ കൂടോത്തരത്തിൻ്റെ കാര്യമാണ് സംസാരിക്കുന്നത്. അവിടെ ഗ്രാമത്തിൽ നിന്നും പിടിച്ചോണ്ട് വന്ന ഒരു ചെറിയ പയ്യനെ കാണാം. ആക്ച്വലി ഇവനെ മാത്രമല്ല, ഇവനെ പോലെ ഒരുപാട് പേരെ പിടിച്ചോണ്ട് വന്നിട്ടുണ്ട്. മന്ത്രവാദിനികൾക്ക് അടിമയായി ഒരു ട്രോൾ എന്നൊരുത്തൻ ഉണ്ടെന്ന് പറഞ്ഞിരുന്നില്ലേ, ആ ഭീകരനാണ് പിടിച്ചോണ്ട് വന്ന കുട്ടികൾക്ക് കാവൽക്കാരനായി നിന്നിട്ടുള്ളത്. ഇപ്പോൾ ഒരു പയ്യനെ പിടിച്ചു നിർത്തി അവൻ്റെ മുന്നിലേക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ച പുഴുക്കളെയും വണ്ടിനെയും ഒക്കെ ഇട്ടിട്ടുള്ള ആ മിക്സ്ചർ എടുത്ത് കാണിച്ച് ഭീഷണിപ്പെടുത്തി കഴിപ്പിക്കുകയും കഴിച്ച ഉടനെ ആ പയ്യൻ്റെ തല വെട്ടിയെടുത്ത് രക്തമൂറ്റിയെടുത്ത് അതിൽ എന്തൊക്കെയോ കലർത്തി 2 മന്ത്രവാദികൾക്ക് പതിവ് പോലെ കുടിക്കാൻ കൊടുക്കുകയാണ്. കുടിച്ച ശേഷം അവരോട് വില്ലത്തി എന്തെങ്കിലും മാറ്റമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഒരുത്തി മാത്രം എനിക്ക് എന്തോ മാറ്റം ഫീലാവുന്നു എന്ന് പറയുകയാണ്. അത് കേട്ടതും വില്ലത്തി ആ മന്ത്രവാദിനിയുടെ കൈ എടുത്ത് തീയിൽ പിടിച്ചെങ്കിലും അവൾക്ക് ഒരു വേദനയോ പൊള്ളലോ ഒന്നും ഏറ്റില്ല. അതിനാൽ എല്ലാവരും സന്തോഷിച്ച് യെസ് നമ്മളത് കണ്ടുപിടിച്ചു, ഇനി നമ്മളെ ആർക്കും കത്തിച്ചു കളയാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ഒരുപാട് സന്തോഷിക്കുകയാണ്. എന്നാൽ പെട്ടെന്ന് അവളുടെ കൈ പൊള്ളിയ പോലെ
വേദനിക്കാൻ തുടങ്ങി. അവൾ വേദനയോടെ ഇത് കുറേ നേരം വേദനിക്കാതെ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ ആരും വിഷമിക്കേണ്ട, ഇതിൻ്റെ ശക്തി നിലനിർത്താൻ എൻ്റെ കയ്യിലൊരു പ്ലാനുണ്ട് എന്ന് വില്ലത്തി പറയുകയാണ്. ഇതേ നേരം ഗ്രാമത്തിൽ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന ഗ്രീറ്റലിൻ്റെ സ്വപ്നത്തിൽ ഇവർ ചെറിയ കുട്ടികൾ ആയിരുന്നപ്പോൾ വീട്ടിൽ ഉറങ്ങുന്നതായും അച്ഛൻ ഇവരെ എന്തോ ഒരു കാരണത്താൽ കാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി വിടുന്നതായും കണ്ട് പെട്ടെന്ന് ഞെട്ടി ഉണർന്ന്, എടാ ഞാൻ നമ്മുടെ അച്ഛനെയും അമ്മയെയും സ്വപ്നം കണ്ടു. അത് കേട്ട് ഹൻസൽ ആണെങ്കിൽ അവരുടെ കാര്യം എന്നോട് പറയണ്ട, കിടന്ന് ഉറങ്ങു ചേച്ചി എന്ന് പറഞ്ഞ് ഉറങ്ങുകയാണ്. ഇവർ ചെറിയ കുട്ടികൾ ആയിരുന്ന സമയത്ത് ഇവരെ കാട്ടിൽ വിട്ടിട്ട് പോയതല്ലേ, അതിനാൽ ഹൻസലിന് അച്ഛനോടും അമ്മയോടും ദേഷ്യമുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം ഹൻസൽ കടയിൽ പോയി ചെറിയൊരു പെൺകുട്ടിക്ക് മാച്ചാവുന്ന വസ്ത്രമൊക്കെ വാങ്ങിച്ചു കൊണ്ടിരിക്കെ അവിടേക്ക് മീന വന്ന് ഹൻസലിനോട്, നിങ്ങളോട് എങ്ങനെ നന്ദി പറയണം എന്ന് എനിക്കറിയില്ല, നിങ്ങൾ വരാൻ കുറച്ച് ലേറ്റായിരുന്നെങ്കിൽ ഞാനിപ്പോൾ ജീവനോടെ ഉണ്ടാവില്ലായിരുന്നു, എല്ലാവരും എന്നെ മന്ത്രവാദിനി ആണെന്ന് തെറ്റിദ്ധരിച്ച് കത്തിച്ച് കളഞ്ഞേനെ. അതൊക്കെ കേട്ട് നിൽക്കുമ്പോൾ ഹൻസലിന് എന്തോ മയക്കം വരികയും പെട്ടെന്ന് അവൻ പോക്കറ്റിൽ നിന്നും ഒരു സൂചി എടുത്ത് കുത്തുകയും അതോടെ അവന് സുഖമാവുകയും ചെയ്തു. എന്താ സംഭവം എന്ന് ചോദിക്കുമ്പോൾ, അത് ഞാൻ ചെറുതായിരുന്നപ്പോൾ ഒരു മന്ത്രവാദിനിയുടെ മുന്നിൽപ്പെട്ടതാ, അന്നേരം എനിക്ക് ഒരു ചോക്ലേറ്റ് തന്നു, ഞാനത് കഴിച്ചതിൽ പിന്നെ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മയക്കം വരാറുണ്ട്, അതിൽ നിന്നും രക്ഷപ്പെടാനാണ് ഈ സൂചി വെക്കുന്നത്, മയക്കം വന്ന് ഒരു മണിക്കൂറിനുള്ളിൽ സൂചി വെച്ചില്ലെങ്കിൽ ഞാൻ മരിക്കാൻ വരെ സാധ്യതയുണ്ട് എന്നൊക്കെ ഹൻസൽ പറയുകയാണ്. അത് കേട്ട മീന, എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഷുഗറിൻ്റെ അസുഖം ഉണ്ടെന്ന്, ഈ അസുഖത്തിന് പറ്റിയ മരുന്ന് എൻ്റെ പക്കലുണ്ട്, ഞാൻ അത് മാറ്റിത്തരാം, എൻ്റെ കൂടെ വരാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ, ഏയ് ഇല്ല, എനിക്കിപ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം ചെയ്യാനുണ്ട്, ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞ് മീനയെ അവോയ്ഡ് ചെയ്തിട്ട് എങ്ങോട്ടോ പോവുകയാണ്. അല്പം കഴിഞ്ഞ് കാട്ടിൽ ഒരു മന്ത്രവാദിനെ പുഴുക്കളെയും പാറ്റയും ഒക്കെ പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു ചെറിയ പെൺകുട്ടിയുടെ വോയിസ്, അച്ഛാ എന്നെ രക്ഷിക്കണേ, ഞാൻ കാട്ടിൽ പെട്ടുപോയി എന്നൊരു വോയിസ്. അത് കേട്ട മന്ത്രവാദിനെ നോക്കുമ്പോൾ ദേ ഒരു പെൺകുട്ടി ഇരിക്കുന്നു. അത് ശരി, ഇത് ഇപ്പോൾ ലാഭമായല്ലോ, ഈര നമ്മുടെ ചട്ടിയിൽ തന്നെ വന്ന് വീണല്ലോ, ഇവളെ ഞാൻ പിടിച്ചുകൊണ്ട് പോയാൽ വില്ലത്തിക്ക് എന്നെ ഒരുപാട് ഇഷ്ടമാവും എന്ന് സന്തോഷിച്ച് പോയി അവളെ പിടിക്കാൻ നോക്കുമ്പോൾ അത് യഥാർത്ഥത്തിൽ ഒരു പാവക്കുട്ടിയായിരുന്നു. അടുത്ത് പെൺകുട്ടിയുടെ വോയിസ് റെക്കോർഡ് ചെയ്ത ടേപ്പും ഉണ്ട്. ഇത് ഹൻസലിൻ്റെ ട്രാപ്പ് ആയിരുന്നു. ട്രാപ്പ് ആണെന്ന് മനസ്സിലാക്കി മന്ത്രവാദിനി ഓടാൻ നോക്കുമ്പോൾ അവിടേക്ക് ഗ്രീറ്റലും ഹൻസലും എത്തി ബ്ലോക്ക് ചെയ്ത് നിർത്തുകയാണ്. എന്നാൽ കീഴടങ്ങാതെ രണ്ടുപേരെയും അടിച്ച് ചാടി കൊതിച്ച് അവളുടെ കയ്യിലുള്ള ലുട്ടാപ്പിയുടെ പറക്കും കുന്തം ഉപയോഗിച്ച് പറക്കാൻ നോക്കിയെങ്കിലും ഒരു ബാറ്റ് എടുത്ത് മോന്തക്ക് ഒരടി കൊടുത്ത് നിലത്തിടുകയും മന്ത്രവാദിനിക്കും രണ്ടുപേർക്കും ഇടയിൽ കൊടൂര പോരാട്ടം നീണ്ടുനിന്ന ആ പോരാട്ടത്തിന് ഒടുവിൽ മന്ത്രവാദിനി വീണ്ടും കുന്തത്തിൽ പറന്ന് രക്ഷപ്പെട്ടു പോകാൻ നോക്കുമ്പോൾ ഒരു കമ്പിക്കയർ വീശി എറിഞ്ഞ് ഹൻസലും പുറകെ വലിഞ്ഞുകൊണ്ട് പോവുകയാണ്. മന്ത്രവാദിനി ആണെങ്കിൽ വാടാ നിന്നെയും കൊണ്ടേ ഞാൻ പോകും എന്ന് സന്തോഷിച്ചു പോകുമ്പോൾ ഹൻസൽ ആണെങ്കിൽ രണ്ട് മരത്തിൽ ചവിട്ടി നിന്നതും മന്ത്രവാദിനി സഡൻ ബ്രേക്ക് ഇട്ട പോലെ നിലത്തേക്ക് ഒരൊറ്റ വീഴ്ച. കോടാലിയെടുത്ത് വീണ്ടും ആക്രമിക്കാൻ നോക്കുമ്പോൾ അവിടെ എത്തിയ ഗൈഡ് മന്ത്രവാദിക്ക് ഷോക്ക് കൊടുത്ത് മയക്കി കിടത്തുകയും നേരെ തൂക്കിക്കൊണ്ട് പോവുകയും ചെയ്തു. എന്നിട്ട് ചോദ്യം ചെയ്യാൻ തുടങ്ങി, ഇനി പറ, എന്താ നിങ്ങളുടെ പ്ലാൻ, എന്തിനാ ചെറിയ കുട്ടികളെ ഒക്കെ പിടിച്ചോണ്ട് പോകുന്നത്? അത് കേട്ടിട്ടും മന്ത്രവാദിനി ഒന്നും പറയാതെ തല ആട്ടിക്കൊണ്ട് ഇരിക്കുകയാണ്. ഇവൾ എന്തിനാ ഇങ്ങനെ തല ആട്ടുന്നത് എന്ന് ഇവർക്ക് മനസ്സിലായില്ല. ആക്ച്വലി ഇതൊക്കെ കാട്ടിലുള്ള വില്ലത്തി ഇവിടെയുള്ള തലയാട്ടുന്ന മന്ത്രവാദിനി വഴി ലൈവായിട്ട് കാണുകയാണ്. ഹൻസൽ എത്ര ചോദിച്ചിട്ടും മന്ത്രവാദിനികളുടെ ഉദ്ദേശം എന്താണെന്ന് പറയുന്നതേ ഇല്ല. അടിച്ചും കടിച്ചും ചോദിച്ചിട്ടും പറഞ്ഞില്ല. എന്നാൽ ഒരു കാര്യം പറയുകയാണ്, 12 ബ്ലഡ് മൂൺസ് രക്തനിലാവുകൾ ഒരുമിക്കണം, അതിൽ ഇനി ഒരെണ്ണം മാത്രമേ ഒരുമിക്കാൻ ബാക്കിയുള്ളൂ, അതുകൂടി ഒരുമിച്ചാൽ ഞങ്ങളുടെ ജോലി കഴിയും എന്ന് മാത്രം പറയുകയാണ്. അത് കേട്ടപ്പോൾ ഒരു കാര്യം സ്ട്രൈക്ക് ആവുകയാണ്. മൊത്തം എത്ര കുട്ടികളെയാണ് കാണാതായത് എന്ന് നോക്കുമ്പോൾ 11 പേരെയാണ് കാണാതായത്. മന്ത്രവാദി പറഞ്ഞത് 12 ബ്ലഡ് മൂൺ എന്നല്ലേ? അതിനർത്ഥം ഇനി ഒരു ബലി കൂടി മന്ത്രവാദിനി ചെയ്താൽ മാത്രമേ അവർ ആഗ്രഹിക്കുന്നത് അവർക്ക് കിട്ടൂ. കണക്കുകൾ വീണ്ടും നോക്കുമ്പോൾ അതിൽ 6 ആൺകുട്ടികളെയും 5 പെൺകുട്ടികളെയും ആണ് കാണാതായത്. അങ്ങനെയെങ്കിൽ ഇനി ഒരു പെൺകുട്ടിയെ ആയിരിക്കും ബലി നൽകാൻ പോകുന്നത്. അതേപോലെ ഓരോ മാസവും ജനിച്ച കുട്ടികളെയാണ് കൊലപ്പെടുത്തിയത്. അതായത് ജനുവരിയിൽ ജനിച്ച ഒന്നിനെയും ഫെബ്രുവരി ജനിച്ച ഒന്നിനെയും അങ്ങനെ ഓരോ മാസവും ജനിച്ച ഓരോ കുട്ടി വീതം ആണ് ബലി നൽകിയത്. ഏപ്രിൽ മാസത്തിൽ ജനിച്ച കുട്ടിയെ മാത്രമാണ് ഇനി മന്ത്രവാദിനി കൊല്ലാൻ പോകുന്നത്. അങ്ങനെ നേരെ പോലീസ് വഴി ഈ ഗ്രാമത്തിലെ കുട്ടികളുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് ഒക്കെ കളക്ട് ചെയ്ത് നോക്കുമ്പോൾ ഒരേ ഒരു കുട്ടി മാത്രമാണ് ഏപ്രിൽ 8-ന് ജനിച്ചത്. ആ പെൺകുട്ടിയുടെ വീട് എവിടെയാ എന്ന് ചോദിച്ചു കൊണ്ടിരിക്കെ ഇതേ നേരം വില്ലത്തി ആണെങ്കിൽ ഗ്രാമത്തിൽ എത്തി വീടുകൾ ഒക്കെ കത്തിക്കാൻ തുടങ്ങി. അത് കണ്ട് നാട്ടുകാർ ഓരോ വശത്തേക്കുമായി ഓടുമ്പോൾ ഇപ്പോൾ മന്ത്രവാദിനി അന്വേഷിക്കുന്ന ആ ഏപ്രിൽ 8-ന് ജനിച്ച പെൺകുട്ടിയെ കാണാം. അവൾക്കൊരു ബ്രദറുമുണ്ട്. അവന് അതുവഴി അകത്തേക്ക് മന്ത്രവാദിനി ആ വില്ലത്തി വരുന്നത് കണ്ടിട്ട് ഒരു തോക്കെടുത്ത് മര്യാദയ്ക്ക് ഇവിടുന്ന് പോയിക്കോ, ഇല്ലെങ്കിൽ കാച്ചിക്കളയും എന്ന് പറഞ്ഞു നിൽക്കുമ്പോൾ വില്ലത്തി അവനെ കൺട്രോൾ ചെയ്ത് അവന്റെ അമ്മയെ തന്നെ വെടിവെച്ച്
പിടിച്ച് കൊലപ്പെടുത്തുകയും ചെയ്തു. എന്നിട്ട് അവൻ്റെ മോന്തക്ക് അടിച്ചു വീഴ്ത്തി ആ പെൺകുട്ടിയെ ഒരു കൂട്ടിലാക്കി അടിമയോട് കാട്ടിലേക്ക് കൊണ്ടുവരാൻ പറഞ്ഞിട്ട് പോവുകയാണ്. ആ പോയത് ഒരു മന്ത്രവാദിയെ ഇവിടെ അടച്ചു വെച്ചിട്ടില്ലേ, അതിനെ രക്ഷിക്കാനാണ്. അന്നേരം ഗ്രീറ്റൽ അമ്പ് പിടിച്ചു നിന്ന് നീ ആരാ എന്ന് മന്ത്രവാദിയോട് ചോദിക്കുമ്പോൾ കാണാതായ ഒരു പയ്യന്റെ നോട്ടീസ് കാണിച്ചിട്ട് ഈ നോട്ടീസ് അടിക്കാൻ കാരണക്കാരി ഞാനാണെന്ന് പറഞ്ഞ് മന്ത്രവാദിനിയുടെ യഥാർത്ഥ രൂപം പുറത്തെടുത്ത് അവിടെ ഉണ്ടായിരുന്ന ഗൈഡിനെ ചാടിപ്പിടിച്ച് അടിച്ച ശേഷം ഗ്രീറ്റലുമായി അടിപിടി കൂടാൻ തുടങ്ങി. അന്നേരം ആ കൂട്ടിലിട്ട പെൺകുട്ടിയെ അടിമ കൊണ്ടുപോകുന്നത് കണ്ട ഹൻസൽ അത് തടയാൻ നോക്കുമ്പോൾ വേറെ ഒരു മന്ത്രവാദി വന്ന് ഹൻസലിനെ തടയുകയാണ്. ഹൻസൽ അവളുടെ മുഖത്തേക്ക് ഇടിച്ച് തീർക്കാൻ നോക്കുമ്പോൾ അവൾ പിടഞ്ഞു മാറി അവൻ്റെ കാലിൽ കടിക്കാൻ തുടങ്ങി. ഒരു കോടാലി എടുത്ത് മന്ത്രവാദിനിയുടെ തലയിൽ അടിച്ച് തെറിപ്പിച്ച് കൂട്ടിലിട്ട പെൺകുട്ടിയെ രക്ഷിക്കാൻ പോകുമ്പോൾ ഹൻസലിനെ നേരിട്ട് കീഴ്പ്പെടുത്താൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ മന്ത്രവാദിനി അവിടെയുള്ള കട്ടിൽ ചെയർ ഒക്കെ കൺട്രോൾ ചെയ്ത് അവൻ്റെ നേർക്ക് വലിച്ചെറിയുകയാണ്. ഹൻസൽ പിന്നെ ഒന്നും നോക്കിയില്ല. ഒരു കത്തിയെടുത്ത് മന്ത്രവാദിനിയുടെ കണ്ണിലേക്ക് ഒരൊറ്റ കുത്ത്. ഇനി ഹൻസലിനെ എതിർക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ മന്ത്രവാദിനി കുന്തത്തിൽ കയറി പറന്നു പോകാൻ നോക്കുമ്പോൾ ഹൻസൽ ഓടിച്ചാടി അവളുടെ കുന്തത്തിൽ പിടിച്ച് മന്ത്രവാദിനിയുടെ കൂടെ ഹൻസലും പറന്നു പോവുകയാണ്. ഇതേ നേരം വില്ലത്തി ആണെങ്കിൽ ഗ്രീറ്റലിനെ പിടിച്ചു നിർത്തി നീ വിഷമിക്കേണ്ട, നിന്നെ ഞാൻ ഇപ്പോൾ കൊല്ലില്ല, എനിക്ക് നിന്നിൽ നിന്നും ഒരു കാര്യം ആവശ്യമുണ്ട്. അവസാനത്തെ ഒരു ഇൻഗ്രീഡിയൻ്റ് നീയാണ്. എനിക്ക് ആവശ്യം വരുമ്പോൾ ഞാൻ നിന്നെ തേടി വരും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കെ ഗൈഡ് ആണെങ്കിൽ തോക്കെടുത്ത് വില്ലത്തിയെ ഷൂട്ട് ചെയ്തതും വില്ലത്തി ഗ്രീറ്റലിന് താഴേക്ക് വലിച്ചെറിഞ്ഞ് ഗൈഡിനെ നോക്കി ഓഹോ നീ എന്നെയാണോ കൊല്ലാൻ നോക്കുന്നത്, ഇനി ഒരു തവണ ഷൂട്ട് ചെയ്യ് എന്ന് പറഞ്ഞ് ചിരിച്ചിട്ട് ഗൈഡിനെ കൺട്രോൾ ചെയ്ത് അവനെ കൊണ്ട് തന്നെ അവൻ്റെ തലയിൽ ഷൂട്ട് ചെയ്യിപ്പിച്ച് ഒടുവിൽ തലയിൽ വെടികൊണ്ട് തല ചിന്നിച്ചിതറി ഗൈഡ് മരിച്ചു പോവുകയും ചെയ്തു. ശേഷം വില്ലത്തിയുടെ കീഴിലുള്ള മന്ത്രവാദിനി ഉണ്ടല്ലോ, അവളെ റിലീസ് ചെയ്തിട്ട് പുറത്തു പോയി ഗ്രീറ്റലിനെ നോക്കുമ്പോൾ ഗ്രീറ്റലിനെ ബെന്ന് ഒരു തള്ളുവണ്ടിയിൽ കയറ്റി തള്ളി കൊണ്ടുപോവുകയും ചെയ്തു. വില്ലത്തി അവിടെ നിന്ന് അലറുകയാണ്. ഇപ്പോൾ നേരത്തെ ഒരു മന്ത്രവാദിനിയുടെ കൂടെ കുന്തത്തിൽ പിടിച്ചു പറന്നുപോയ ഹൻസലിനെ കാണാം. എടാ ഇങ്ങനെ തൂങ്ങിപ്പിടിച്ചു വരാൻ ഇത് പ്രൈവറ്റ് ബസ്സല്ല, കടക്ക് പുറത്ത് എന്ന് പറഞ്ഞ് മന്ത്രവാദിനി ഒരൊറ്റ അടി. ഹൻസൽ നേരെ താഴെ കാട്ടിലേക്ക് ഒരൊറ്റ വീഴ്ച. സീൻ അവിടെ കട്ട് ചെയ്താൽ പിറ്റേ ദിവസം രാവിലെ ഗ്രാമത്തിലുള്ള ജനങ്ങൾ തലവനോട് പരാതികൾ പറയാൻ തുടങ്ങി. ഞങ്ങളുടെ വീടൊക്കെ മന്ത്രവാദിനികൾ തീയിട്ട് നശിപ്പിച്ചു, ഞങ്ങൾ ഇനി എന്തു ചെയ്യും? മന്ത്രവാദികളെ പിടികൂടാൻ വന്ന വിച്ച് ഹണ്ടേഴ്സിന് പോലും ഇത് തടഞ്ഞു നിർത്താൻ കഴിഞ്ഞില്ല, അവർക്കും പരിക്ക് പറ്റിയിട്ടുണ്ട് എന്നൊക്കെ പറയുകയാണ്. തലവൻ അവരെ സമാധാനപ്പെടുത്താൻ നോക്കുമ്പോൾ ആ പോലീസുകാരൻ ഇടയിൽ കയറി ഇല്ല, ഇതിനൊക്കെ കാരണം ആ വിച്ച് ഹണ്ടേഴ്സും പിന്നെ തലവനും ആണ് എന്ന് പറഞ്ഞ് തലവന്റെ തലക്കൊരൊറ്റ പൊട്ടിക്കൽ. തലവൻ മേയറുടെ കഥ കഴിഞ്ഞു. ഇപ്പോൾ ഗ്രീറ്റൽ ബെന്നിൻ്റെ വീട്ടിലാണുള്ളത്. അവൻ അവളെ തുടച്ച് വേറെ എന്തോ മൈൻഡിൽ തുടക്കുമ്പോൾ പെട്ടെന്ന് കണ്ണു തുറന്ന് നീ എന്താടാ ചെയ്യുന്നേ എന്ന് ചോദിച്ചതും അയ്യോ ഞാൻ അഴുക്ക് തുടച്ചു മാറ്റിയതാ എന്ന് പറയുകയാണ്. എൻ്റെ ബ്രദർ ഹൻസൽ എവിടെ? അവൻ ഒരു മന്ത്രവാദിയുടെ കുന്തത്തിൽ പിടിച്ച് പറന്നു പോകുന്നത് ഞാൻ കണ്ടു, പിന്നെ എന്തായി കാണും എന്നറിയില്ല, നീ അവിടെ മയങ്ങി വീണത് കണ്ട് ഞാൻ തള്ളി ഇവിടെ എത്തിച്ചു എന്നൊക്കെ പറയുമ്പോൾ ഗ്രീറ്റൽ ചുറ്റി നോക്കുമ്പോൾ അവിടെ ഗ്രീറ്റലിൻ്റെ ചിത്രം വരച്ചു വെച്ചിട്ടുണ്ട്. അതേപോലെ മന്ത്രവാദികളെ വേട്ടയാടാനുള്ള എല്ലാ തിങ്സൊക്കെ ഇവൻ ഈ വീട്ടിൽ വെച്ചിട്ടുണ്ട്, ചിത്രങ്ങളും വരച്ചു വെച്ചിട്ടുണ്ട്. അതൊക്കെ നോക്കി നിൽക്കെ ബെന്ന് പറയുന്നു ചെറുപ്പത്തിൽ നിങ്ങളുടെ പാരൻസ് നിങ്ങളെ വിട്ടിട്ട് പോയി എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, അത് ശരിയാണോ എന്ന് ചോദിക്കുമ്പോൾ ഇപ്പോൾ ഗ്രീറ്റൽ സങ്കടത്തോടെ അതെ എന്ന് പറയുകയാണ്. കാരണം എന്താ എന്ന് ചോദിക്കുമ്പോൾ അതൊന്നും അറിയില്ല, ഞങ്ങളെ വിട്ടിട്ട് പോയി എന്ന് പറയുകയാണ്. ശേഷം ബെന്ന് അവൾക്ക് ഭക്ഷണം കൊടുത്തിട്ട് അതെ നേരത്തെ ഗ്രാമത്തെ ആക്രമിച്ച മന്ത്രവാദികൾ ഒക്കെ ആരാ, അവരെക്കുറിച്ച് അറിയോ എന്ന് ചോദിക്കുമ്പോൾ ആ 3 മന്ത്രവാദികളിൽ 2 പേർ സാധാരണ മന്ത്രവാദികളാണ്, എന്നാൽ എന്നെ ആക്രമിച്ചില്ലേ അത് അവരുടെ തലവി വില്ലത്തി ആണ്, ആ മന്ത്രവാദിക്ക് രൂപം മാറാൻ ഒക്കെ കഴിയും എന്നൊക്കെ പറഞ്ഞ് ബെന്ന് ശേഖരിച്ചു വെച്ച ഒരു പേപ്പർ കട്ടിങ്സിൽ ഗ്രീറ്റലിൻ്റെ അമ്മയുടെ ഫോട്ടോ കണ്ട് ഷോക്കായിട്ട് ഈ ലേഡി ആരാ എന്ന് ചോദിക്കുമ്പോൾ അത് പല വർഷങ്ങൾക്ക് മുൻപ് ആ ലേഡി വേറെ ഒരു ഗ്രാമത്തിൽ ജീവിച്ചിരിപ്പുണ്ടായി, ആ ലേഡി ഒരു മന്ത്രവാദിനിയാണ്, കുറേ തെറ്റുകളൊക്കെ ചെയ്യുന്നുണ്ടെന്ന് ജനങ്ങൾ കുറ്റം പറഞ്ഞു. എന്നാൽ ആ ലേഡി അത് സമ്മതിച്ചില്ല. പക്ഷെ ജനങ്ങൾ എല്ലാവരും ഒരുമിച്ച് കൂടി ആ ലേഡിയെ തീ കൊളുത്തി കത്തിച്ചു കളഞ്ഞു എന്നൊക്കെ ബെന്ന് പറയുകയാണ്. അതായത് തുടക്കത്തിലെ ഗ്രീറ്റലിൻ്റെ അമ്മയ്ക്ക് ജനങ്ങൾ തന്നെ കൊല്ലും എന്ന് അറിഞ്ഞിരുന്നു, അതിനാൽ മക്കളെയെങ്കിലും രക്ഷിക്കണം എന്ന് കരുതിയാണ് ഹസ്ബൻഡിനോട് മക്കളെ കാട്ടിൽ കൊണ്ടുപോയി വിടാൻ പറഞ്ഞത്. അതുകൊണ്ടാണ് അന്ന് അച്ഛൻ ഗ്രീറ്റലിനെയും ഹൻസലിനെയും കാട്ടിൽ കൊണ്ടുപോയി വിട്ടത്. അക്കാര്യങ്ങൾ ഒക്കെ ഇപ്പോഴാണ് ഗ്രീറ്റലിനും മനസ്സിലായത്. ഇക്കാര്യം എങ്ങനെയെങ്കിലും ഹൻസലിനെ അറിയിക്കണം എന്നൊക്കെ തീരുമാനിച്ച് നിൽക്കുകയാണ്. ഇപ്പോൾ ഹൻസൽ എവിടെയാണെന്ന് നോക്കിയാൽ കാട്ടിലേക്ക് വീണ് ഒരു മരത്തിൽ തൂങ്ങിക്കിടക്കുന്നുണ്ട്. അതുവഴി പോകുന്ന മീന അവനെ കണ്ട് ഏയ് നിങ്ങൾ എന്തിനാ വവ്വാലിനെ പോലെ തൂങ്ങി നിൽക്കുന്നത്, എൻ്റെ എന്തെങ്കിലും ഹെൽപ്പ് വേണോ ചേട്ടാ എന്ന് ചോദിക്കുമ്പോൾ അവൻ ഇപ്പോഴും അവളെ അവോയ്ഡ് ചെയ്ത് ഒരു ഹെൽപ്പും വേണ്ട എന്ന് പറഞ്ഞ് പിടഞ്ഞ് താഴേക്ക് ഒരൊറ്റ വീഴ്ച.
അവൻ്റെ ശരീരത്തിലെ മുറിവുകൾ കണ്ട് ഞാൻ മരുന്ന് വച്ച് തരാം എന്ന് പറഞ്ഞ് മീന അവനെ കൂട്ടിക്കൊണ്ടു പോവുകയാണ്. ഇതേ നേരം ഹൻസലിനെ അന്വേഷിച്ചിറങ്ങിയ ഗ്രീറ്റലിന് മുന്നിലേക്ക് കുറച്ചു പേർ വന്ന് അവളെ അടിച്ച് പിടിച്ച് നിൽക്കുകയാണ്. ആരാണെന്ന് നോക്കിയാൽ അത് പോലീസുകാരൻ ആണ്. എന്നെ എന്തിനാ പിടിച്ചു വെക്കുന്നത്? നിങ്ങൾക്ക് വട്ടുണ്ടോ? ആ മന്ത്രവാദിനിയെ അല്ലേ പിടിക്കേണ്ടത് എന്ന് ഗ്രീറ്റൽ ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് അറിയാം, ആ മന്ത്രവാദികളെ ഈ ഗ്രാമത്തിലേക്ക് വിട്ടത് നിങ്ങൾ ആണെന്ന്. അത് എല്ലാവരോടും ഞങ്ങൾ പറയും. നിങ്ങൾ ജനങ്ങളെ പറ്റിച്ചു ജീവിക്കാൻ നോക്കിയവരാണെന്ന് ജനങ്ങൾ വിശ്വസിക്കും. എന്നിട്ട് നിങ്ങളെ രണ്ടുപേരെയും ജനമധ്യത്തിൽ നിർത്തി കത്തിച്ചു കളയും എന്നൊക്കെ പോലീസുകാരൻ പറയുകയാണ്. അന്നേരം ഏയ് കാട്ടുപകിട, മന്ത്രവാദികളെ ഞാൻ പറഞ്ഞു വിട്ടതല്ല. അവർ ഈ ഗ്രാമത്തെ നശിപ്പിക്കാൻ വലിയ ഒരു കാര്യം പ്ലാൻ ചെയ്തിട്ടുണ്ട്. അത് എനിക്ക് തടഞ്ഞു നിർത്തണം. അതിന് ആദ്യം എൻ്റെ അനിയനെ കണ്ടുപിടിക്കണം. എന്നെ വിട്ടേക്ക് പ്ലീസ് എന്നൊക്കെ പറഞ്ഞെങ്കിലും പോലീസുകാരൻ വിടാൻ തയ്യാറായില്ല. ആളൊരു ഞരമ്പ് രോഗിയാണ്. അവളോട് മോശമായ രീതിയിൽ സംസാരിക്കാൻ തുടങ്ങി. കലിപ്പിലായ ഗ്രീറ്റൽ അവൻ്റെ മൂക്ക് കടിച്ചു പറിച്ച് ഓടാൻ നോക്കുമ്പോൾ അവളെ പിടികൂടി പീഡിപ്പിക്കാൻ നോക്കുകയാണ്. എന്നാൽ ഇതൊക്കെ മറ്റൊരാൾ കാണുന്നുണ്ടായിരുന്നു. ആരാണ് ഈ ഭീകരൻ എന്ന് വെച്ചാൽ ഇതാണ് മന്ത്രവാദികളുടെ അടിമ ട്രോൾ. അവിടെ ഗ്രീറ്റലിനെ പീഡിപ്പിക്കാൻ നോക്കുന്നത് കണ്ട് കലിപ്പിലായ ട്രോൾ കൊലവെറിയോടെ വന്ന് ഒരു മരത്തെ പൊളിച്ചെടുത്ത് ഒരുത്തനെ ഓങ്ങി അടിച്ചതും അവൻ പറന്നു പോവുകയാണ്. വേറെ ഒരുത്തനെ പിടിച്ച് രണ്ടായി കീറിമുറിക്കുമ്പോൾ മറ്റൊരുത്തൻ തോക്കെടുത്ത് വെടിവെക്കാൻ തുടങ്ങി. അവൻ്റെ അടുത്തേക്ക് ചെന്ന് ഫുട്ബോൾ തട്ടുന്ന പോലെ തട്ടി പറത്തിവിടുകയും ശേഷം നേരെ പോലീസുകാരൻ്റെ അടുത്തേക്ക് പോയി ഓൻ്റെ തല ആന ചവിട്ടിയ പോലെ ചതച്ച് കൊടൂരമായി കൊലപ്പെടുത്തുകയും ചെയ്തു. എന്നിട്ട് അവശയായി കിടക്കുന്ന ഗ്രീറ്റലിനെ പൊക്കിയെടുത്ത് ട്രോൾ എങ്ങോട്ടോ കൊണ്ടുപോവുകയാണ്. അല്പം കഴിഞ്ഞ് കണ്ണു തുറന്നു നോക്കുമ്പോൾ ട്രോളിൻ്റെ ഭീകര രൂപം കണ്ട് ഗ്രീറ്റൽ ഭയപ്പെടുകയാണ്. ഞെരങ്ങി രക്ഷപ്പെടാൻ നോക്കുമ്പോൾ അവളെ പിടിച്ചു വെച്ച് വലിയ ഒരു എന്തോ സാധനത്തിൽ വെള്ളമെടുത്ത് കുടിക്കാനായി പറഞ്ഞെങ്കിലും അവൾ ഭയന്ന് കുടിക്കാതിരിക്കുമ്പോൾ മര്യാദയ്ക്ക് കുടിക്കടി എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയപ്പോൾ അവൾ കുടിക്കുകയും ചെയ്തു. എന്നിട്ട് എന്നെ എന്തിനാ രക്ഷപ്പെടുത്തിയത്, നീ ആരാ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ എപ്പോഴും മന്ത്രവാദിനികൾക്ക് വിശ്വസ്തൻ ആയിരിക്കും എന്ന് മാത്രം പറഞ്ഞിട്ട് അവിടുന്ന് പോവുകയാണ്. ഇപ്പോൾ ഹൻസൽ ആണെങ്കിൽ മീനയുടെ അടുത്താണുള്ളത്. അവൻ്റെ മുറിവ് ഒക്കെ ഗുണപ്പെടുത്തി കഴിഞ്ഞപ്പോൾ എനിക്ക് എത്രയും പെട്ടെന്ന് പോകണം എന്ന് പറഞ്ഞ് അവിടുന്ന് രാത്രി സമയം നേരെ കാട്ടിൽ എത്തുകയാണ്. അവിടെ ഒരു ചെറിയ കുടിൽ കാണുകയും അവിടെ ഗ്രീറ്റലും മന്ത്രവാദികളും ഉണ്ടാകും എന്ന് കരുതി ആ വീട്ടിലേക്ക് കയറിയതും പെട്ടെന്ന് ഡോർ ആരോ അടച്ച് ഹൻസലിനെ പിടിച്ച് ഉരുണ്ട് നേരെ ഒരു ബേസ്മെന്റിലേക്ക് ഒരൊറ്റ വീഴ്ച. അത് ഗ്രീറ്റൽ ആയിരുന്നു. രണ്ടുപേരെയും പരസ്പരം അന്വേഷിച്ചു വന്നതാണ്. അങ്ങനെ അവിടെ മെഴുകുതിരി കത്തിച്ച് ചുറ്റിലും നോക്കുമ്പോൾ ആണ് ഇതൊരു മന്ത്രവാദിനിയുടെ സ്ഥലം ആണെന്ന് മനസ്സിലാവുന്നത്. എന്നാൽ മുൻപ് കണ്ട മന്ത്രവാദികളെ വീട് പോലെയല്ല, കുറച്ച് വ്യത്യസ്തമായാണ് ഉള്ളത്. അങ്ങനെ ബേസ്മെന്റിൽ നിന്ന് മുകളിൽ കയറി നോക്കുമ്പോഴാണ് ഈ വീട് ചെറുപ്പത്തിൽ ഇവർ രണ്ടുപേരും താമസിച്ച സ്വന്തം വീടാണെന്ന് മനസ്സിലാവുന്നത്. ചെറുപ്പത്തിൽ ഇവർ വരച്ച ചിത്രങ്ങളൊക്കെ നോക്കി നിന്ന് ഗ്രീറ്റൽ പാരൻസിനെ കുറിച്ച് പറയാൻ വാ തുറക്കുമ്പോൾ വേണ്ട ചേച്ചി, അച്ഛൻ്റെയും അമ്മയുടെയും കാര്യം എന്നോട് പറയണ്ട എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് ഹൻസൽ പോകാൻ നോക്കുമ്പോൾ അവനെ നിർത്തിയിട്ട് എടാ നീ ആലോചിച്ച് നോക്ക്, ഇത് നമ്മുടെ വീടാണ്. ചെറുപ്പത്തിൽ നമ്മൾ ഇവിടെ അല്ലേ വളർന്നത്. അതേപോലെ ഈ വീട്ടിൽ താഴെ ഒരു ബേസ്മെന്റ് ഉള്ള കാര്യം ഇപ്പോൾ അല്ലേ നമ്മൾ കണ്ടത്. അത് കേട്ട് അതിനെന്താ, അതുകൊണ്ടാണോ ഈ ശാപം നമുക്ക് കിട്ടിയത് എന്ന് ചോദിക്കുമ്പോൾ ഏയ് അല്ല, നമ്മുടെ അമ്മ എന്ന് പറഞ്ഞ് കാര്യം പറയാൻ നോക്കുമ്പോൾ പെട്ടെന്ന് അവിടേക്ക് വില്ലെത്തിയെത്തി ഡോർ ക്ലോസ് ചെയ്ത് അങ്ങനെ ഒടുവിൽ നിങ്ങളെ ഞാൻ കണ്ടുപിടിച്ചു. ഈ വീട് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഇത് അഡ്രീനയുടെ വീടല്ലേ, അതായത് നിങ്ങളുടെ അമ്മയുടെ വീട്. നിങ്ങളുടെ അമ്മ ആരാണെന്ന് അറിയോ? ഒരു വലിയ വൈറ്റ് വിച്ച്, അതായത് വെളുത്ത മന്ത്രവാദിനി, അതായത് നല്ലൊരു മന്ത്രവാദിനി. അത് കേട്ട് ഷോക്കായി നിൽക്കുമ്പോൾ ഓഹോ, അപ്പൊ നിങ്ങൾക്ക് അമ്മയെക്കുറിച്ച് ഒന്നും അറിയില്ല അല്ലേ? എങ്കിൽ ഞാൻ പറഞ്ഞു തരാം എന്ന് പറഞ്ഞ് വില്ലെത്തി ഒരു കഥ പറയാൻ തുടങ്ങി. അതിൽ വൈറ്റ് വിച്ച് എന്ന നിന്റെ അമ്മയും വ്യവസായി ആയ നിന്റെ അച്ഛനും കല്യാണം കഴിച്ച് സന്തോഷത്തോടെ ജീവിക്കുകയായിരുന്നു. നിങ്ങൾ രണ്ടുപേരും ജനിച്ച് നല്ല സന്തുഷ്ട കുടുംബമായി അങ്ങനെ പോയിക്കൊണ്ടിരിക്കെ എന്നാൽ ഒരു ദിവസം ബ്ലഡ് മൂൺ വന്ന ദിവസം മന്ത്രവാദികൾ ബ്ലഡ് കൊണ്ടുണ്ടാക്കിയ ഒരു പ്രത്യേക തരം പാനീയം കുടിച്ചാൽ അവർക്ക് വലിയ ശക്തി കിട്ടും. തീയിട്ട് നശിപ്പിക്കാൻ ശ്രമിച്ചാലും അവരെ നശിപ്പിക്കാൻ കഴിയില്ല. എന്നാൽ അതിന് വൈറ്റ് വിച്ച് ആയിട്ടുള്ള ഒരു ലേഡിയുടെ ഹൃദയം കൂടി വേണം. ഞങ്ങൾ നിങ്ങളുടെ അമ്മയുടെ ഹൃദയം എടുക്കാൻ ഒക്കെ നോക്കി, പക്ഷെ അമ്മ അത്ര സിമ്പിൾ ആയിരുന്നില്ല. ഒരു ഗ്രേറ്റസ്റ്റ് വൈറ്റ് വിച്ച് ആയിരുന്നു. അതിനാൽ യുദ്ധം ചെയ്ത് അമ്മയെ കീഴ്പ്പെടുത്താൻ ഞങ്ങൾക്ക് കഴിയാത്തതിനാൽ നിങ്ങളുടെ അമ്മയുടെ രൂപത്തിൽ ഒരു മന്ത്രവാദിയെ മാറ്റി കുറെ പേരെ ഞങ്ങൾ കൊലപ്പെടുത്തി. അതൊക്കെ നിങ്ങളുടെ അമ്മയാണ് കൊലപാതകം ഒക്കെ ചെയ്യുന്നതെന്ന് ജനങ്ങളെ കൊണ്ട് തെറ്റിദ്ധരിപ്പിച്ച് ദുഷ്ടമന്ത്രവാദിനി ആണെന്ന് അവർ തന്നെ വിശ്വസിച്ച് അമ്മയെ കൊല്ലാൻ പ്ലാനിട്ടു. എന്നാൽ അതറിഞ്ഞ നിങ്ങളുടെ അമ്മ നിങ്ങളെ രണ്ടുപേരെയും രക്ഷിക്കാൻ വേണ്ടി നിങ്ങളുടെ അച്ഛനോട് പറഞ്ഞ് അങ്ങനെയാണ് അച്ഛൻ നിങ്ങളെ എവിടെ
എവിടെയെങ്കിലും പോയി ജീവിക്കട്ടെ എന്ന് കരുതി കാട്ടിൽ കൊണ്ടുപോയി വിട്ടത്. മകളായ നീയും ഒരു വൈറ്റ് വിച്ചാണ്. അമ്മയെയും നിങ്ങളെയും പരസ്പരം പിരിയിച്ചാൽ മാത്രമേ മകളുടെ ഹൃദയം ഞങ്ങൾക്ക് എടുക്കാൻ പറ്റും. കാര്യം മനസ്സിലായ കുട്ടികളെ, നിന്റെ അമ്മയുടെ ഹൃദയം എടുക്കാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. പക്ഷേ നീ ചെറിയ പെണ്ണല്ലേ, അതുകൊണ്ട് നിന്റെ ഹൃദയം എടുത്ത് ഞങ്ങളുടെ ബ്ലഡ് മൂൺ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യണം. അതിനു വേണ്ടിയാണ് നിങ്ങളുടെ പാരൻസിൽ നിന്നും നിങ്ങളെ പിരിച്ചത്. അതേപോലെ നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്കും പിന്നീട് എന്താ സംഭവിച്ചത് എന്ന് അറിയണ്ടേ? നിങ്ങളെ കാട്ടിലേക്ക് കൊണ്ടുവിട്ടുവന്ന അച്ഛൻ കണ്ടത് അമ്മയെ ജനങ്ങൾ അടിച്ച് അവശതയാക്കി ഒരു മരത്തിൽ കെട്ടി നിർത്തിയിട്ട് തീയിട്ട് കത്തിക്കുകയായിരുന്നു. അതൊക്കെ കണ്ട് തടുക്കാൻ ശ്രമിച്ച അച്ഛനെയും പിടിച്ച് കയറിൽ കുരുക്കി തൂക്കി അവിടെ വെച്ച് തന്നെ കൊലപ്പെടുത്തുകയായിരുന്നു. വൈറ്റ് വിച്ചായ നിങ്ങളുടെ അമ്മയുടെ ഹൃദയവും ഞങ്ങൾക്ക് കിട്ടിയില്ല, മകളായ നിന്റെയും കിട്ടിയില്ല. നിങ്ങൾ എങ്ങോട്ടോ രക്ഷപ്പെട്ടു പോയില്ലേ? അതേപോലെ ബ്ലഡ് മൂൺ ഡേയും കടന്നുപോയി. എന്നാൽ ഞാൻ ഇത്രയും വർഷം എന്തിനാ കാത്തിരുന്നത് എന്ന് അറിയോ? ബ്ലഡ് മൂൺ ഡേ വീണ്ടും വരും. അന്നേരം നിന്റെ ഹൃദയം ഞാൻ പറിച്ചെടുക്കും. എന്നിട്ട് ഒരിക്കലും നശിക്കാത്ത ആ ശക്തി എനിക്ക് നേടണം. പിന്നെ ഈ ലോകം എൻ്റെ കീഴിലായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ ഗ്രീറ്റലിനെ പിടിക്കാൻ പോകുമ്പോൾ പെട്ടെന്ന് ഹൻസൽ ഇടയിൽ കയറി തടഞ്ഞു നിൽക്കാൻ നോക്കുമ്പോൾ അവനെ പിടിച്ച് വയറ്റിലേക്ക് കത്തി കൊണ്ട് കുത്തി ഒരൊറ്റ ഏറ്. അവൻ നേരെ ബേസ്മെന്റിൽ പോയി വീഴുകയാണ്. എന്നിട്ട് വില്ലത്തി ഗ്രീറ്റലിനെയും തട്ടിക്കൊണ്ടു പോവുകയും ചെയ്തു. അങ്ങനെ പിറ്റേ ദിവസം ഹൻസലിന് മീനെ കണ്ടുപിടിച്ച് അവന് മരുന്നൊക്കെ കൊടുക്കുമ്പോൾ അവന് അവിടെ എന്തോ മന്ത്രവാദം ചെയ്തു വെച്ചതുപോലെ കണ്ട്, സത്യം പറ, നീ ആരാ, എന്നെ എന്താ ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ, പേടിക്കേണ്ട ഹൻസലെ, ഞാൻ ഒരു മന്ത്രവാദിനിയാണ്. എന്നാൽ ഞാൻ മറ്റു മന്ത്രവാദികളെ പോലെ ദുഷ്ടമന്ത്രവാദിനി അല്ല. ഇല്ല, നിന്റെ പല്ലുമുഖവും അഴുകിയ പോലെ ഇല്ലല്ലോ, പിന്നെ നീ എങ്ങനെ മന്ത്രവാദി ആവുന്നത് എന്ന് ചോദിക്കുമ്പോൾ, അതിന് ഞാൻ ഡാർക്ക് വിച്ച് അല്ല, ദുഷ്ടന്മാരുടെ ശരീരം ആണ് അഴുകിക്കിടക്കുന്നത്. ഞാൻ ഒരു നല്ല മന്ത്രവാദിനിയാണ്. അതുകൊണ്ടല്ലേ ഞാൻ നിന്നെ മരുന്ന് വെച്ച് നിന്റെ മുറിവൊക്കെ ഗുണപ്പെടുത്തിയത്. അത് കേട്ട്, ശരി, എനിക്ക് എത്രയും പെട്ടെന്ന് പോകണം, എൻ്റെ ചേച്ചിയെ വില്ലത്തി കൊണ്ടുപോയി എനിക്ക് രക്ഷിക്കണം എന്ന് പറയുമ്പോൾ, ഗ്രീറ്റയെ എങ്ങോട്ടാ കടത്തിക്കൊണ്ടുപോയത് എന്ന് എനിക്ക് നന്നായി അറിയാം. അവളെ കാട്ടിലുള്ള മലയോരത്തായിരിക്കും കൊണ്ടുപോയത്. പിന്നെ നിന്റെ അമ്മയുടെ ഒരു മന്ത്രപുസ്തകം എനിക്ക് ഇവിടുന്ന് കിട്ടി. അതിൽ ശക്തമായ മന്ത്രങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഉപയോഗിച്ച് ഒരു മന്ത്രവെള്ളം ഉണ്ടാക്കി അതിനെ അവൻ്റെ കയ്യിലുള്ള ഓരോ ടൂൾസിലും സ്പ്രേ ചെയ്ത് അതിൻ്റെ ശക്തി വർദ്ധിപ്പിച്ച് അങ്ങനെ ഹൻസലും ബെന്നും മീനയും കാട്ടിലെ മലയോര പ്രദേശത്തേക്ക് മന്ത്രവാദികളുടെ താവളത്തിലേക്ക് ലക്ഷ്യമാക്കി പോവുകയാണ്. ഇപ്പോൾ ഗ്രീറ്റലിനെ ആണെങ്കിൽ മന്ത്രവാദിനി ഒരു കൂട്ടിൽ അടച്ചു വെച്ചിട്ടുണ്ട്. ട്രോളിനെ കണ്ട്, പ്ലീസ് എന്നെ രക്ഷിക്കണേ, എന്നെ നിന്നെ കൊണ്ട് മാത്രമേ രക്ഷിക്കാൻ കഴിയൂ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കെ അവിടേക്ക് ഒരു മന്ത്രവാദിനി വന്നിട്ട്, ആഹാ, എന്നെ ഓർമ്മയുണ്ടോ, എന്നെ എത്ര ദ്രോഹിച്ചതാ നീ, നിന്റെ കഥ ഇന്ന് തീരും എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ കേട്ട് ട്രോൾ സങ്കടപ്പെടുകയാണ്. ട്രോൾ ഒരു നല്ല ഭീകരൻ ആണെന്ന് തോന്നുന്നു. ഇപ്പോൾ ഹൻസലും ടീമും കാട്ടിലേക്ക് എത്തിക്കഴിഞ്ഞു. കമ്പി കൊണ്ട് അവിടെ മരത്തിൽ കെട്ടിവെച്ച് എന്തൊക്കെയോ കെണി ഒപ്പിക്കുകയാണ്. അതേപോലെ മന്ത്രവാദികളുടെ താവളത്തിൽ മൊത്തം 3 മന്ത്രവാദികൾ അല്ലേ ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ ബ്ലഡ് മൂണിന്റെ ശക്തി വില്ലത്തി നേടാൻ പോകുന്നു എന്നറിഞ്ഞ് ലോകത്തുള്ള എല്ലാ ദുഷ്ടമന്ത്രവാദികളും ഇവിടേക്ക് വന്നിരിക്കുകയാണ്. വില്ലത്തി മുന്നിൽ വന്നു നിന്ന്, ആ സമയം വന്നെത്തി, എല്ലാവരും ഒരുങ്ങി നിന്നോളൂ എന്ന് പറഞ്ഞ് ഗ്രീറ്റലിനെ പിടിച്ചോണ്ട് വന്ന് ഒരു മരത്തിൽ കെട്ടിയ ശേഷം ഒരു കുടം വെള്ളം തിളപ്പിക്കാൻ വെക്കുകയാണ്. അതേപോലെ അവർ പിടികൂടിയ 12 ചെറിയ കുട്ടികളെയും അവിടേക്ക് എത്തിക്കുകയാണ്. ഇപ്പോൾ മറ്റൊരു വശത്ത് ഹൻസൽ, ഞാൻ അകത്തേക്ക് പോയിട്ട് സിഗ്നൽ തരാം, അന്നേരം നീ നിന്റെ ജോലി ആരംഭിക്കണം എന്ന് മീനയോട് പറഞ്ഞു പോവാൻ നോക്കുമ്പോൾ, എന്ത് സിഗ്നലാണ് തരുന്നത്? ഞാൻ ഒരു മന്ത്രവാദിയുടെ തല വെടിവെച്ച് പൊട്ടിക്കാം, അപ്പോൾ നീ നിന്റെ കാര്യം ചെയ്താൽ മതി എന്ന് പറഞ്ഞ് നേരെ മന്ത്രവാദികളുടെ മുന്നിലേക്ക് പോയിട്ട് ആകാശത്തേക്ക് ഒരു വെടിവെച്ച്, എല്ലാവരും ശ്രദ്ധിക്ക്, ഗ്രീറ്റലിനെ എനിക്ക് തന്നില്ലെങ്കിൽ എല്ലാറ്റിനെയും ഞാൻ കാച്ചിക്കളയും എന്ന് പറയുമ്പോൾ, ഓഹോ എടാ, ഇവിടെ മൊത്തം എത്ര പേരുണ്ടെന്ന് അറിയോ? 600 പേരുണ്ട്. ഓങ്ങി ഒരടി തന്നാൽ 600 പീസാവും നീ എന്ന് വില്ലത്തി പറഞ്ഞെങ്കിലും, എങ്കിൽ അതൊന്ന് കാണണം അല്ലോ എന്ന് പറഞ്ഞ് ഹൻസൽ തോക്കെടുത്ത് ഒരു മന്ത്രവാദിനിയുടെ തലക്ക് വെടിവെച്ച് തെറിപ്പിക്കുകയും ചെയ്തു. അത് കണ്ട വില്ലത്തി, നിനക്ക് ഇത്രയും ധൈര്യമോ, തീർക്ക് അവനെ എന്ന് പറഞ്ഞതും എല്ലാ മന്ത്രവാദികളും ഹൻസലിനെ ആക്രമിക്കാൻ പോകുമ്പോൾ അവൻ തോക്കെടുത്ത് ചറപറാന്ന് വെടിവെക്കാൻ തുടങ്ങി. അതേപോലെ സിഗ്നൽ കിട്ടിയത് കൊണ്ട് ഒരു ഭാഗത്ത് ഒളിച്ചു നിന്നിട്ടുണ്ടായിരുന്ന മീനയും മന്ത്രവാദികളെ ചറപറാന്ന് വെടിവെച്ച് കൊല്ലാൻ തുടങ്ങി. അതിനിടയിൽ മന്ത്രവാദിനി അവിടെയുള്ള കുട്ടികളുടെ വായിൽ മന്ത്രിച്ച വണ്ടുകളെ ഒക്കെ തിരുകി കയറ്റാൻ തുടങ്ങി. എന്തെന്നാൽ ചടങ്ങ് ചെയ്ത് കുട്ടികളെ ബലി കൊടുത്ത് ഗ്രീറ്റലിന്റെ ഹൃദയം പറിച്ചെടുത്ത് ചടങ്ങ് ചെയ്താൽ മാത്രമേ അവരുടെ കാര്യങ്ങൾ സക്സസ് ആവുകയുള്ളൂ. അങ്ങനെ വണ്ടിനെ ഒക്കെ വായിൽ തള്ളിക്കയറ്റിയ ശേഷം ഗ്രീറ്റലിനെ കൊല്ലാൻ നോക്കുമ്പോൾ പെട്ടെന്ന് ട്രോൾ വന്ന് മന്ത്രവാദിനെ അടിച്ച് തെറിപ്പിച്ച് ഗ്രീറ്റലിനെ രക്ഷിക്കുകയാണ്. ഹൻസൽ ആണെങ്കിൽ ഒരു മന്ത്രവാദിനിയെ വെടിവെച്ച് തീർത്ത് ആ കുട്ടികളെയും രക്ഷപ്പെടുത്തി നിൽക്കുമ്പോൾ കലിപ്പിലായ വില്ലത്തി ട്രോളിനെ അവളുടെ ശക്തി
കത്തി ഉപയോഗിച്ച് വലിച്ചെറിയുകയും ശേഷം ഹൻസലിനെ ആക്രമിക്കാൻ വന്ന് നിൽക്കുകയാണ്. അതും ഇരട്ടയെ പോലെയായി നിൽക്കുകയാണ്. അങ്ങനെ അവർക്കിടയിൽ പൊരിഞ്ഞ യുദ്ധം. മന്ത്രവാദിക്ക് ഇവരെ തോൽപ്പിക്കാൻ കഴിഞ്ഞില്ല. ആ കൊടൂര പോരാട്ടം നടക്കുമ്പോൾ ബ്ലഡ് മൂൺ വന്നു പോവുകയും ചെയ്തു. മന്ത്രവാദികൾ കാത്തിരുന്ന സമയം കഴിഞ്ഞു. അത് മനസ്സിലാക്കിയ വില്ലത്തി ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല, അടുത്ത ബ്ലഡ് മൂണിന് കാണാം എന്ന് തീരുമാനിച്ച് വില്ലത്തി കുന്തമെടുത്ത് പറന്നു പോവുകയും ചെയ്തു. അത് കണ്ട് മറ്റൊരു ബാക്കിയുള്ള മന്ത്രവാദിനിയും പറന്നു പോകാൻ നോക്കുമ്പോൾ ഗ്രീറ്റലിന്റെ കയ്യിലുള്ള ഇരുമ്പ് ചങ്ങല വീശി എറിഞ്ഞതും മന്ത്രവാദിനി പൊട്ടിത്തെറിച്ച് നശിച്ചു പോവുകയും ചെയ്തു. അങ്ങനെ ബാക്കിയുള്ള മന്ത്രവാദികളൊക്കെ പറന്നു പോകുമ്പോൾ നേരത്തെ ഹൻസലും മീനയും ചേർന്ന് കാട്ടിൽ കമ്പി ചുറ്റികെട്ടി എന്തോ കെണി വച്ചിരുന്നില്ലേ, രക്ഷപ്പെട്ടു പറന്നു പോകുന്ന ഓരോ മന്ത്രവാദികളും ആ മൂർച്ചയുള്ള കമ്പിയിൽ തട്ടി പീസായി നിലത്ത് വീണ് നശിച്ചു പോവുകയാണ്. എന്നാൽ വില്ലത്തി മാത്രം അതിന്റെ മുന്നിൽ സഡൻ ബ്രേക്ക് ഇട്ട് നിന്ന് രക്ഷപ്പെട്ട് മറ്റൊരു വഴിയിലൂടെ പോവുകയും ചെയ്തു. എന്നാൽ അത് അവിടെ മറഞ്ഞു നിന്നിരുന്ന ബെന്ന് കാണുകയും അവന്റെ കയ്യിൽ കൊടുത്ത തോക്ക് വെച്ച് വില്ലത്തിക്ക് നേരെ വെടിവെച്ചപ്പോൾ അത് സാധാരണ ഒരു തോക്കല്ല, ഒരു ബുള്ളറ്റ് സ്പ്ലിറ്റായി കുറേ ബുള്ളറ്റുകളായി മാറി വില്ലത്തിയുടെ നേർക്ക് പോയി ബ്ലാസ്റ്റ് ആവുകയാണ്. അത് കണ്ട് ആഹാ ഇത് കൊള്ളാലോ, ഞാൻ വില്ലത്തിയെ കൊന്നു എന്ന് സന്തോഷത്തോടെ പോയി മീനയോടും ഹൻസലിനോടും പറഞ്ഞപ്പോൾ അതെയോ വാ നോക്കാം എന്ന് പറഞ്ഞ് അവിടെ പോയി നോക്കിയെങ്കിലും വില്ലത്തിയെ കണ്ടില്ല. അതിനാൽ വില്ലത്തി രക്ഷപ്പെടാൻ പാടില്ല എന്ന് തീരുമാനിച്ച് അന്വേഷിക്കാൻ തുടങ്ങി. മറ്റൊരു വശത്ത് ഗ്രീറ്റൽ നേരെ ഓടി ട്രോളിന് എന്ത് പറ്റിയെന്ന് നോക്കുമ്പോൾ അവന് ബോധമില്ലാതെ കിടക്കുകയാണ്. ഗ്രീറ്റലിന്റെ കയ്യിലുള്ള ഷോക്ക് അടുപ്പിക്കുന്ന മെഷീൻ എടുത്ത് ട്രോളിന്റെ നെഞ്ചിലേക്ക് ഷോക്ക് കൊടുത്തതും അവന്റെ ബോധം തിരിച്ചു വരികയാണ്. ഇതേ നേരം 3 പേരും വില്ലത്തിയെ അന്വേഷിച്ചു പോകുമ്പോൾ തുടക്കത്തിൽ ഹൻസലും ഗ്രീറ്റലും ഒരു ചോക്ലേറ്റ് കൊണ്ടുണ്ടാക്കിയ വീട്ടിലേക്ക് കയറിയിരുന്നില്ലേ, ആ വീടിന്റെ മുന്നിൽ എത്തുകയാണ്. അത് നോക്കി നിൽക്കെ പെട്ടെന്ന് അവിടേക്ക് വില്ലത്തി എത്തി മീനയെ ആക്രമിച്ച് ബെന്നിന്റെ കഴുത്തിൽ കത്തിവെച്ച് മര്യാദയ്ക്ക് തോക്ക് താഴെയിട്, ഇല്ലെങ്കിൽ ഇവന്റെ കഴുത്ത് ഞാൻ അറക്കും എന്ന് പറയുമ്പോൾ വേറെ വഴിയില്ലാതെ ഹൻസൽ തോക്ക് താഴെ വെക്കുന്ന പോലെ അഭിനയിച്ച് പെട്ടെന്ന് തോക്കെടുത്ത് പൊട്ടിച്ചപ്പോൾ ബെന്ന് രക്ഷപ്പെടുകയാണ്. എന്നാൽ വില്ലത്തി ഓടിപ്പോകാതെ എതിർക്കാൻ വരുമ്പോൾ ഒരു വശത്തു നിന്നും മീനയും അവളുടെ മന്ത്രശക്തി ഉപയോഗിച്ച് വില്ലത്തിയോട് പൊരുതുകയാണ്. ഓഹോ നീയും ഒരു വൈറ്റ് വിച്ച് ആണോ, നല്ല മന്ത്രവാദി ആണോ, നിന്നെ ഇപ്പൊ ശരിയാക്കാം എന്ന് പറഞ്ഞ് ഒരു കമ്പിയെടുത്ത് മീനയുടെ വയറ്റിലേക്ക് കുത്തി നിൽക്കുമ്പോൾ ഹൻസൽ തോക്കെടുത്ത് വില്ലത്തിയെ ചറപറാന്ന് വെടിവെച്ചിട്ട് നേരെ മീനയുടെ അടുത്ത് പോയി നോക്കുമ്പോൾ എന്നോട് ക്ഷമിക്കണേടാ, എനിക്ക് ഇത്രയേ ചെയ്യാൻ പറ്റിയുള്ളൂ, അത് കേട്ട് നീ ചെയ്തത് വളരെ ഉപകാരമുള്ള കാര്യമാണ് എന്ന് ഹൻസലും പറയുകയും എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്, പിന്നെ ആ വില്ലത്തിയെ വെറുതെ വിടരുത്, കൊല്ലണം എന്ന് പറഞ്ഞ് അങ്ങനെ മീന മരിച്ചു പോവുകയും ചെയ്തു. അങ്ങനെ ഹൻസലും ഗ്രീറ്റലും അകത്ത് കയറി വില്ലത്തിയുമായി പൊരിഞ്ഞ യുദ്ധം. ആ യുദ്ധം കുറേ നേരം നീണ്ടു നിൽക്കുന്നു. ഒടുവിൽ ഹൻസൽ വില്ലത്തിയുടെ കഴുത്തിൽ ചങ്ങല ചുറ്റി കൊല്ലാൻ നോക്കുമ്പോൾ പെട്ടെന്ന് വില്ലത്തി ഹൻസലിന്റെ അമ്മയുടെ രൂപത്തിലേക്ക് മാറി അവനെ മാനസികമായി തളർത്താൻ നോക്കുകയാണ്. എന്നാൽ ഇതിനപ്പുറം കണ്ടവനാണ് ഞാൻ, എന്നെ പറ്റിക്കാൻ നോക്കുന്നു എന്ന് പറഞ്ഞ് വില്ലത്തിയുടെ മോന്തക്ക് ചറപ്പറാന്ന് ഇടിച്ച് വില്ലത്തി മരിക്കാനായ അവസ്ഥയിൽ ഹൻസലിന് മയക്കം വരാൻ തുടങ്ങി. അതായത് തുടക്കത്തിൽ മന്ത്രവാദിനി ഇവനെ കൊണ്ട് ചോക്ലേറ്റ് കഴിപ്പിച്ചിരുന്നില്ലേ, അതിന്റെ സൈഡ് എഫക്റ്റ്. അങ്ങനെ മെല്ലെ മെല്ലെ മയക്കത്തിലേക്ക് പോവുകയാണ്. 1 മണിക്കൂറിനുള്ളിൽ സൂചി വെച്ചില്ലെങ്കിൽ അവൻ മരിച്ചു പോകും. അതൊക്കെ കണ്ട ഗ്രീറ്റൽ പതുക്കെ എഴുന്നേറ്റ് സൂചിയെടുത്ത് അവന് കുത്തിവെക്കുകയും ചെയ്തു. ഇതാണ് പറ്റിയ സമയം എന്ന് കരുതി വില്ലത്തി 2 പേരെയും കൊല്ലാൻ നോക്കുമ്പോൾ ഒരു മൺവെട്ടി എടുത്ത് വില്ലത്തിയുടെ കഴുത്തിലേക്ക് വെട്ടി കൊലപ്പെടുത്തുകയും ചെയ്തു. ശേഷം ആ വീട് വിട്ടു പോകാൻ നോക്കുമ്പോൾ അവിടെ വില്ലത്തിയുടെ മാന്ത്രിക വാൾ കിട്ടുകയാണ്. അതും എടുത്ത് അങ്ങനെ ജനങ്ങളുടെ മുന്നിൽ വെച്ച് വില്ലത്തിയുടെ ബോഡി തീയിട്ട് കത്തിച്ചു കളഞ്ഞ് കുട്ടികളെയും രക്ഷിച്ചു പോവുകയാണ്. ഇപ്പോൾ ഹൻസലിന്റെയും ഗ്രീറ്റലിന്റെയും കൂടെ ബെന്നും ട്രോളും ഉണ്ട്. അവരങ്ങനെ ദുഷ്ടമന്ത്രവാദികളെ നശിപ്പിക്കാൻ ഓരോ നാട്ടിലേക്കും പോവുകയാണ്. അങ്ങനെ ഒരു നാട്ടിൽ എത്തിയപ്പോൾ ഒരു മന്ത്രവാദിനിയുടെ വീട് കാണുകയും ട്രോളെ അതിനെ ഇടിച്ച് തകർക്ക് എന്ന് പറഞ്ഞതും ട്രോൾ ആ വീടിന്റെ ഡോറിലേക്ക് ഒരൊറ്റ കുത്ത്. ഡോർ തകർന്നു നിൽക്കുമ്പോൾ മന്ത്രവാദിനി ഇവരെ ആക്രമിക്കാൻ വരുമ്പോൾ ഗ്രീറ്റൽ ആണെങ്കിൽ ബുള്ളറ്റ് ഫയർ ചെയ്യുമ്പോൾ ഓടി വന്ന മന്ത്രവാദിനിയുടെ തലക്ക് ഹൻസൽ ഒരൊറ്റ അടി. അതോടെ ആ മന്ത്രവാദിയുടെ കഥ കഴിഞ്ഞു. അതേപോലെ ഈ ചിത്രം ഇവിടെ അവസാനിക്കുന്നു. ബൈ ബൈ.